ഹൈ സോ നിങ്ങളുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 2-ൽ നമ്മൾ ടെക്നിക്കൽ സൈഡാണ് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. സോ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 1-ൽ നമ്മൾ വളരെ ബേസിക് ആയിട്ട് എന്താണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അതിൻ്റെയൊക്കെ ഒരു ഓവറോൾ മീനിങ് പറഞ്ഞു തന്നു. അതിനുശേഷം പാർട്ട് 2-ൽ നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എങ്ങനെ വരയ്ക്കാമെന്ന്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ബേസിക്കായിട്ട് ട്രേഡ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 2 എന്ന് പറയുന്നത് ടെക്നിക്കൽ സൈഡാണ് നിങ്ങളുടെ. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചധികം പ്രാക്ടിക്കൽ സെഷൻസ് വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ തൊട്ടാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻസ് സ്റ്റാർട്ട് ആകുന്നത്, അസൈൻമെൻറ്റ്സ് ഉൾപ്പെടെയുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 2-ലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ടൂൾസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കാരണം റെക്റ്റാങ്കിൾ പോലത്തെ ടൂൾസ് ആയിരിക്കും നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. പോലെ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളിൻ്റെ 2 സെറ്റിങ്സ് നമ്മൾ പല വീഡിയോസിലായിട്ട് പറഞ്ഞു തന്നു. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. പോരാത്തതിന് ട്രെൻഡ് ലൈൻസ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. സോ ഇത്രയെങ്കിലൊക്കെ ടൂൾസ് നിങ്ങളുടെ ട്രേഡിംഗിൽ ആഡ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 1 കൂടി ലിങ്ക് ചെയ്തിട്ടായിരിക്കും പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഡൗട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഡൗട്ട്സ് അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കുക. എന്നെ അല്ലെങ്കിൽ അഡ്മിനായ 10x ബ്രോൻ്റെ രണ്ടുപേരെ ആരെങ്കിലും ഒരാളെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ മോഡറേറ്റേഴ്സ് ഉണ്ട്, അവർ നിങ്ങൾക്ക് ഡൗട്ട് പറഞ്ഞു തരും. സോ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. അവിടെ എല്ലാം വന്ന് ഡൗട്ട് ചോദിക്കുക. എഗെയിൻ സപ്ലൈ ആൻഡ് ഡിമാൻഡിലെ ഈ ഒരു പാർട്ട് 2 നിങ്ങൾ ബേസിക്കായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്ക് തൊട്ടുള്ള ബാക്കി കൺസെപ്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ ഹാർഡായിരിക്കും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടി തന്നെ പഠിച്ചു പോവുക. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 2 ദ ടെക്നിക്കൽ സൈഡ്. ഇതിൻ്റെ കണ്ടൻസ് നമുക്ക് പഠിക്കാം. കണ്ടൻസ് ഓഫ് എസ് ഡി പാർട്ട് 2 നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. വാട്ട് ഈസ് എ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ ഫസ്റ്റ്. രണ്ടാമത്തത് ഹൗ ടു ഐഡൻറ്റിഫൈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് സെക്കൻഡ്. മൂന്നാമത്തത് ഹൗ ടു ഡ്രോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് പ്രോപ്പർലി. പിന്നെ അറ്റ് ലാസ്റ്റ് ഹൗ ടു എൻ്റർ ട്രേഡ് ഫ്രം സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പഠിക്കുന്നു. സെക്കൻഡ് ഓഫ് ഓൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പഠിക്കുന്നു. മൂന്നാമത് നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് ഡ്രോ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നു. അതുപോലെ നാലാമത് എങ്ങനെയാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാമെന്ന് പഠിക്കുന്നു. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 2 കഴിഞ്ഞിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിത്ത് അതർ കോൺഫ്ലുവൻസസ് ഉണ്ട്. ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ കൂടെ വോളിയം ആഡ് ചെയ്യുന്നതും മാർക്കറ്റ് സ്ട്രക്ചർ ആഡ് ചെയ്യുന്നതും അതുപോലെ ചാർട്ട് പാറ്റേൺസ് ആഡ് ചെയ്യുന്നതും അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. സോ ആ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ഒരു ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി വരുന്നത്. ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഡെയിലി ട്രേഡ് നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡെയിലി ട്രേഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഓൾറൈറ്റ്. സോ നമുക്ക് ഓരോ കണ്ടന്റ് വെച്ച് ഇനി ഡിസ്കസ് ചെയ്തു പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് എ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 1-ൽ എന്താണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞു. സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സ്, അതുപോലെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സ് അല്ലെങ്കിൽ ബുൾസ്. ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിരിക്കണം. സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലേഴ്സ്, അതുപോലെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സ്. അപ്പോൾ എന്താണ് ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്ലൈ മീൻസ് സെല്ലേഴ്സ്, സോ സെല്ലേഴ്സിൻ്റെ സോൺ. അതുപോലെ ഡിമാൻഡ് മീൻസ് ബയേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സിൻ്റെ സോൺ. ഇതാണ് സിംപ്ലി സപ്ലൈ ആൻഡ് ഡിമാൻഡ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ചാപ്റ്ററിൽ അത് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ചാപ്റ്ററിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനും സെയിം റൂളായിരുന്നു. ഓക്കെ, സോ ഇവിടെയും സെയിം റൂളൊക്കെ തന്നെയാണ്, പക്ഷേ ഇവിടെ ഡ്രോ ചെയ്യുന്ന രീതി ഡിഫറൻ്റ് ആണ്. അതുപോലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ അപേക്ഷിച്ച് ഒരു അഡാപ്റ്റീവ് പ്രൈസ് ആക്ഷൻ മെത്തേഡാണ്. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കുന്നത് പഠിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ് വരയ്ക്കാനുള്ള ആ ഒരു ടച്ച് കിട്ടുന്നത്. സോ ആ രീതിയിലാണ് നമ്മൾ പഠിപ്പിച്ചു പോകുന്നത്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് നമുക്കറിയാം. സപ്ലൈ എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സ്, അതുപോലെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ബയേഴ്സ്. ഇത് നമുക്ക് ലാ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്തെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ലാ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ലാസ് പഠിപ്പിച്ചു തന്നായിരുന്നു. ആസ് സെല്ലേഴ്സ് എന്ന് പറയുന്നത് ലോവസ്റ്റ് പ്രൈസസിൽ മേടിച്ചുകൊണ്ട് ലോവസ്റ്റ് പ്രൈസസിൽ മേടിക്കുന്ന ബയേഴ്സ്, അത് കഴിഞ്ഞിട്ട് ഹയസ്റ്റ് പ്രൈസസിലായിരിക്കും സെല്ലേഴ്സ് വിൽക്കാൻ നോക്കുന്നത്. പ്രൈസ് കുറയും തോറും സെല്ലേഴ്സിന് സെല്ല് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും, പ്രൈസ് കൂടും തോറും സെല്ലേഴ്സിന് സെല്ല് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. കുറഞ്ഞ പ്രൈസസിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആവാനുള്ള ചാൻസ് കുറവാണ്, അതുപോലെ ഹയർ പ്രൈസസിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ലാ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ബയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രൈസസിലായിരിക്കും ബയേഴ്സ് മേടിക്കാൻ നോക്കുന്നത്. പ്രൈസ് കൂടുന്തോറും ബയേഴ്സിന് ഇൻട്രസ്റ്റ് കുറയും, കാരണം അവരൊരു ഡിസ്കൗണ്ട് പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യും.
പിന്നെ ലിക്വിഡിറ്റിയുടെ ചെറിയ കാര്യങ്ങളും പറഞ്ഞു. ഒരു ബയറിന് എപ്പോഴും ഒരു സെല്ലറും വേണം, സെല്ലറിന് എപ്പോഴും ഒരു ബയറും വേണം. അങ്ങനെയാണ് മാർക്കറ്റ് അതിൻ്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ചെയിൻ നിലനിർത്തി പോകുന്നതെന്നും പറഞ്ഞു തന്നു. നൈജീരിയൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വളരെ ലോ ലിക്വിഡ് ആയിട്ടുള്ള ചാർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാമ്പിളും പറഞ്ഞു തന്നായിരുന്നു. ബിഡ് ആൻഡ് ആസ്ക് ചാപ്റ്ററിൽ നമ്മൾ ബിഡ് ആൻഡ് ആസ്കിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് തന്നായിരുന്നു. സോ ആ ഒരു ചാപ്റ്ററോട് നിങ്ങൾ പഠിച്ചിരിക്കണം ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിക്കണമെങ്കിൽ. സോ ലാ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ എന്താണ് ഡിസ്കൗണ്ട് എന്നും എന്താണ് പ്രീമിയം എന്നും അതെങ്ങനെയാണ് ബയേഴ്സിനെ സെല്ലേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തന്നതാണ്. ഞാൻ മൂന്നാമത്തെ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ്, അല്ലെങ്കിൽ റിട്രേസ്മെൻറ്റ് ഓർ എക്സ്പാൻഷൻ. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രൈസ് മുകളിലോട്ട് വിൽക്കൊണ്ടും ഇരിക്കത്തില്ല, താഴോട്ടും വിൽക്കൊണ്ടും ഇരിക്കത്തില്ല. എപ്പോഴും മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ്, അതിനുശേഷം ഒരു ഡൗൺ ട്രെൻഡ്, പിന്നെ സൈഡ് വേസ്, ഇങ്ങനെ ഒരു മാർക്കറ്റിൻ്റെ സൈക്കിൾ അനുസരിച്ചായിരിക്കും പോകുന്നത്. ഒരിക്കലും പ്രൈസ് ഇപ്പോൾ 0 നിന്ന് 100 വരെ നിർത്താതെ വയ്ക്കൊണ്ടിരിക്കത്തില്ല. അതിനിടയ്ക്ക് എന്തായാലും ഒരു കറക്ഷനൊക്കെ വന്നിട്ടേ മാർക്കറ്റ് തിരിച്ചു കയറുള്ളൂ. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂടുന്തോറും ബയേഴ്സിൻ്റെ ഒരു ബയേഴ്സിന് മേടിക്കാനുള്ള ടെൻഡൻസി കുറയുകയും സെല്ലേഴ്സിന് വിൽക്കാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യും. അതുപോലെ താഴോട്ട് പ്രൈസ് വരുമ്പോൾ ബയേഴ്സിന് മേടിക്കാനുള്ള ടെൻഡൻസി കൂടുകയും സെല്ലേഴ്സിന് സെല്ല് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുകയും ചെയ്യും. ഈ ഒരു സൈക്കോളജിയാണ് നമ്മൾ മാർക്കറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സ്ഥലത്തോടെ പൊയ്ക്കൊണ്ടിരിക്കാതെ നിലനിർത്തി ഒരു ബാലൻസിൽ കൊണ്ടുവരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നു. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നത് പഠിച്ചു, ലാ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നത് പഠിച്ചു, അതുപോലെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അത്ര ഡീറ്റെയിൽ ആയിട്ടല്ലെങ്കിലും ആ ഒരു രീതിയിൽ പഠിച്ചു പോയതാണ്. ഓക്കെ, സോ എന്താണ് വാട്ട് ഈസ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സപ്ലൈ എന്ന് അറിഞ്ഞിരിക്കണം. സപ്ലൈ മീൻസ് സെല്ലേഴ്സ്. അതുപോലെ എന്താണ് ഡിമാൻഡ് എന്ന് അറിഞ്ഞിരിക്കണം. ഡിമാൻഡ് മീൻസ് ബയേഴ്സ്. സോ സപ്ലൈ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലേഴ്സുള്ള സോൺ, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ബയേഴ്സുള്ള സോൺ. ഒരു സപ്ലൈ സോണിൽ നിന്ന് പ്രൈസ് മുകളിലോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റണം, താഴോട്ട് പോകുമെന്ന് പറയാൻ പറ്റണം. അതുപോലെ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് പ്രൈസ് മുകളിലോട്ട് പോകും എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഒരു സപ്ലൈ സോണിൽ ബയേഴ്സ് ആയിരിക്കും എൻ്റർ ആയിരിക്കുന്നത്. അതുപോലെ ഒരു ഡിമാൻഡ് സോണിൽ എപ്പോഴും ബുൾസ് ആയിരിക്കും എൻ്റർ ആയിരിക്കുന്നത്. സോ ഒരു സപ്ലൈ സോണിൽ നമ്മൾ സെൽ എൻട്രീസ് ആയിരിക്കും നോക്കുന്നത്, അതുപോലെ ഒരു ഡിമാൻഡ് സോണിൽ നമ്മൾ ബൈ എൻട്രീസ് ആയിരിക്കും നോക്കുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ സോണിൽ നമ്മൾ ഷോർട്ട് ചെയ്യാനായിരിക്കും നോക്കുന്നത്, ഒരു ഡിമാൻഡ് സോണിൽ നമ്മൾ ലോങ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി സെല്ലേഴ്സ് ഉള്ള സോൺ, അതുപോലെ ബയേഴ്സ് ഉള്ള സോൺ. ഹൗ ടു ഐഡൻറ്റിഫൈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ്. നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ എന്തെന്ന് അറിയാം. വളരെ ലളിതമായിട്ട് പറഞ്ഞു പോയതാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് എന്താണെന്ന്. ഇനി നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം. നമ്മുടെ ഒരു കാൻഡൽസ്റ്റിക് സൈക്കോളജി ചാപ്റ്റർ ആയാലും അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ചാപ്റ്റർ ആയാലും ഞാൻ ബേസിക്കലി 3 കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഒരു മാർക്കറ്റിൽ മെയിൻലി 3 ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് അപ് ട്രെൻഡ്, ഒന്ന് ഡൗൺ ട്രെൻഡ്, ഒന്ന് സൈഡ് വേസ് ട്രെൻഡ്. ഒരു ക്യാൻഡിൽസ്റ്റിക്കിൽ മെയിൻലി 3 ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ്റ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ബുള്ളിഷ്, 2 ബെയറിഷ്, 3 ന്യൂട്രൽ. അതുപോലെ തന്നെയാണ് ചാർട്ട് പാറ്റേൺസിലും ബുള്ളിഷ്, ബെയറിഷ്, ന്യൂട്രൽ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നായിരുന്നു. അതുപോലെ തന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഒന്ന് സ്ട്രോങ്, 2 മോഡറേറ്റ്, 3 വീക്ക്. ഒരു സപ്ലൈ സോൺ ആയാലും ഡിമാൻഡ് സോൺ ആയാലും അതിൽ 3 ടൈപ്പ് ഓഫ് ഫേസസിലാണ് അത് വരുന്നത്. ഒന്ന് ഒരു സ്ട്രോങ് സപ്ലൈ സോൺ, 2 ഒരു മോഡറേറ്റ് സപ്ലൈ സോൺ, 3 ഒരു വീക്ക് സപ്ലൈ സോൺ. അതുപോലെ തന്നെ നമുക്ക് ഡിമാൻഡ് സോൺസിലും 1 ഒരു സ്ട്രോങ് ഡിമാൻഡ് സോൺ, 2 ഒരു മോഡറേറ്റ് ഡിമാൻഡ് സോൺ, 3 ഒരു വീക്ക് ഡിമാൻഡ് സോൺ. ഈ 3 ടൈപ്പിലാണ് വരുന്നത്. എന്താണ് ഒരു സ്ട്രോങ് സപ്ലൈ സോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെയധികം സെല്ലേഴ്സ് എൻട്രി ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ അഗ്രസീവായിട്ട് പുഷ് ഡൗൺ ചെയ്ത സോണിനെയാണ് നമ്മൾ സ്ട്രോങ് സപ്ലൈ സോൺ എന്ന് പറയുന്നത്. എന്താണ് ഒരു മോഡറേറ്റ് സപ്ലൈ സോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്ര ഒരു വലിയൊരു ഇതുമല്ലാതെ എന്നാൽ തീരെ മോശമല്ലാത്ത രീതിയിൽ മാർക്കറ്റിനെ ഡംപ് ചെയ്ത് തിരിച്ച് താഴോട്ട് കൊണ്ടുവന്നിട്ടും ക്രിയേറ്റ് ചെയ്ത സോണാണ് നമ്മളുടെ മോഡറേറ്റ് സപ്ലൈ സോൺ എന്ന് പറയുന്നത്. 3 എന്താണ് വീക്ക് സപ്ലൈ സോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെല്ലേഴ്സ് വേണ്ട എന്ന രീതിയിൽ മാർക്കറ്റിനെ ഡംപ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സോണാണ് നമ്മളുടെ വീക്ക് സപ്ലൈ സോൺ എന്ന് പറയുന്നത്. ഇത് 3 പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ട്രോങ് സപ്ലൈ സോണിൽ മാർക്കറ്റ് തിരിച്ച് താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസസ് 70 to 80% ആണെങ്കിൽ, ഒരു മോഡറേറ്റ് സപ്ലൈ സോൺ ആണെങ്കിൽ അത് 50 to 60% അങ്ങനെയൊക്കെ ആവും. അതുപോലെ ഒരു വീക്ക് സപ്ലൈ സോൺ ആണെങ്കിലോ അത് 30 to 40% ഓർ ബിലോ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? സോ നമ്മൾ ഏറ്റവും ബെസ്റ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസിനെ പിക്ക് ചെയ്ത് എടുക്കും തോറും നമ്മളുടെ വിൻ റേറ്റും അതുപോലെ തന്നെ നമ്മളുടെ പ്രോഫിറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിൻ റേറ്റ് അതുപോലെ റിസ്ക് റിവാർഡും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്ക് സോൺസും സ്ട്രോങ് സോൺസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് ബാഡ് ഡിസിഷൻ എടുക്കാനുള്ള ചാൻസും ഉണ്ട്.
ഒരു സപ്ലൈ എന്ന് പറയുന്നത് എപ്പോഴും സെല്ലേഴ്സിൻ്റെ ഏരിയ ആയിരിക്കണം, ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബയേഴ്സിൻ്റെ ഏരിയ ആയിരിക്കണം. ബയേഴ്സ് എന്ന് പറയുന്നത് ലോവസ്റ്റ് പ്രൈസിൽ മേടിച്ചിരിക്കുന്ന ഒരാളായിരിക്കണം, സെല്ലർ എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് പ്രൈസിൽ വിറ്റ ഒരാളായിരിക്കണം. ഇതാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ഏറ്റവും കീ റൂൾ എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലുള്ള ഒരു സപ്ലൈനെ ഏറ്റവും താഴെയുള്ള ഡിമാൻഡിനെ ആയിരിക്കും നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ ഇതിന് ഇടയ്ക്കുള്ള ഒരു സപ്ലൈയും ഡിമാൻഡും ഒക്കെ ആണെങ്കിൽ അവിടെ പ്രൈസ് റിയാക്ട് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. മനസ്സിലായില്ലേ? സോ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സോൺസിനെ റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റൂ. അതുപോലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിത്ത് അതർ കോൺഫറൻസസിൽ നിങ്ങൾ ഇന്ന് പഠിച്ചതിൻ്റെ എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നത്. അതുകൂടി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് 3 ടൈപ്പ് ഉണ്ട്. 1 സ്ട്രോങ് സപ്ലൈ സോൺ, സ്ട്രോങ് ഡിമാൻഡ് സോൺ. 2 മോഡറേറ്റ് സപ്ലൈ സോൺ, മോഡറേറ്റ് ഡിമാൻഡ് സോൺ. 3 വീക്ക് സപ്ലൈ സോൺ, അതുപോലെ വീക്ക് ഡിമാൻഡ് സോൺ. now നമുക്ക് ഹൗ ടു ഡ്രോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് പ്രോപ്പർലി എന്ന് പഠിക്കാം. സോ ഈ ഒരു സെക്ഷനിലായിരിക്കും ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്, ബിക്കോസ് നമുക്ക് പഠിക്കാനുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് ഡ്രോ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. സോ 3 ടൈപ്പ് ഓഫ് സപ്ലൈ സോൺസ് ഡിമാൻഡ് സോൺസ് നമുക്ക് ഡ്രോ ചെയ്യാനുണ്ട്. 1 സ്ട്രോങ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ്, 2 മോഡറേറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ്, 3 വീക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെല്ലേഴ്സ് വേഴ്സസ് ബയേഴ്സ്, ഡിസ്കൗണ്ട് വേഴ്സസ് പ്രീമിയം, അതുപോലെ മാർക്കറ്റ് ഇക്വിലിബ്രിയം, ഈ 3 തിയറി നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്കിനി സ്ട്രേറ്റ് ഹൗ ടു ഡ്രോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് പ്രോപ്പർലി എന്ന് പഠിക്കാം. സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് ഡ്രോ ചെയ്യാനായിട്ട് 2 ടൈപ്പാണ് മെയിൻലി നമുക്കുള്ളത്. അത് രണ്ടുമാണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. ഫസ്റ്റ് ടൈപ്പാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസിനെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു സപ്ലൈ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെല്ലേഴ്സ് എൻ്റർ ചെയ്ത സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പഠിക്കാം. ഒരു സപ്ലൈ സോൺ എങ്ങനെ വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ എ ബെയറിഷ് മൂവ് ഈസ് ഈക്വൽ ടു എ സപ്ലൈ സോൺ. ഒരു സപ്ലൈ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെയറിഷ് മൂവിന് തൊട്ട് മുമ്പുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് സപ്ലൈ സോൺ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവ്. ഒരു ബുള്ളിഷ് മൂവിന് തൊട്ട് മുന്നിലുള്ള ഒരു ബെയറിഷ് ക്യാൻഡിലായിരിക്കണം നമ്മുടെ ഡിമാൻഡ് സോൺ. ഇതാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡ്രോ ചെയ്യാനുള്ള ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. സോ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് ഡ്രോ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, സപ്ലൈ സോൺ ആണെങ്കിൽ ദ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ എ ബെയറിഷ് മൂവ്, അതുപോലെ ഡിമാൻഡ് സോൺ ആണെങ്കിൽ ദ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യം വരും. നൗ മോസ്റ്റ് ഓഫ് ദ വെൻഡേഴ്സ് ഔട്ട് ദെയർ ഇത് പറഞ്ഞിട്ട് അവർ നേരെ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് എന്താണ് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് വേണമെങ്കിൽ വർക്കൗട്ട് ആകുകയും ചെയ്യും. ബട്ട് ഇവിടെ നമുക്കൊരു ചോദ്യം റിമൈനിങ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ എ ബെയറിഷ് മൂവിനെ സപ്ലൈ സോൺ ആയിട്ടും ദ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവിനെ ഡിമാൻഡ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്ന് ഒരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരും. ആ ഒരു ഡൗട്ടിന് ഒരു സിമ്പിൾ എക്സ്പ്ലനേഷനിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സപ്ലൈ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ എ ബെയറിഷ് മൂവ്. സോ ഒരു ബെയറിഷ് മൂവ് ഉണ്ടോ, ഈ ഒരു ബെയറിഷ് മൂവിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമ്മൾ സപ്ലൈ സോണായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ എ ഡിമാൻഡ് സോൺ ഈസ് ഈക്വൽ ടു ദ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവ്. സോ ഒരു ബുള്ളിഷ് മൂവിന് തൊട്ട് മുമ്പിലുള്ള ഈ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് നമ്മൾ ഡിമാൻഡ് സോണായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു സപ്ലൈ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ എ ബെയറിഷ് മൂവ് ആൻഡ് ഡിമാൻഡ് സോൺ ഈസ് ഈക്വൽ ടു ദ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ക്യാൻഡിൽസിനെ കൺസിഡർ ചെയ്യുന്നത് എന്ന് പഠിക്കാം. സപ്ലൈ സോൺ സൈക്കോളജി. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സപ്ലൈ സോണിൻ്റെ സൈക്കോളജി പഠിക്കാം, അല്ലെങ്കിൽ സപ്ലൈ സോൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ എ ബെയറിഷ് മൂവ് എടുക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. ഒരു ബുള്ളിഷ് മൂവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബുള്ളിഷ് മൂവ് സംഭവിക്കണമെങ്കിൽ ഒരുപാട് ബയേഴ്സ് അവിടെ വേണം. ഒരുപാട് ബയേഴ്സ് മാർക്കറ്റിൽ എൻട്രി ചെയ്തുകൊണ്ട് അവരുടെ ഫണ്ട് അതിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് ലോങ് പൊസിഷൻസ് ഓപ്പൺ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു ബുള്ളിഷ് മൂവ് സ്റ്റാർട്ടാകുന്നത്. സോ മാർക്കറ്റിൽ ഏറ്റവും മെയിൻ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഞാനോ നിങ്ങളോ പോലെ $100 or $1000 കൊണ്ട് ട്രേഡ് ചെയ്യുന്നവരല്ല, മറിച്ച് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. മനസ്സിലായില്ലേ? വളരെ വലിയ എമൗണ്ട്സ് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. അത് മേ ബി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, പ്രോപ്പ് ഫേംസ് ആകാം, ഹെഡ്ജ് ഫണ്ട്സ് ആകാം, അങ്ങനെ പല ടൈപ്പ് ഓഫ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഇവരെല്ലാവരും മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നതാണ് വളരെ വലിയ ഫണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട്. സോ ഇവരൊന്നും നമ്മളുടെ പോലെ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള
ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജിയോ അങ്ങനെയൊന്നുമല്ല അവർ യൂസ് ചെയ്യുന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ ഫേം ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഒരു പൊസിഷൻ എൻട്രി ചെയ്യുന്നതിന് മുന്നേ തന്നെ പല ടൈപ്പ് ഓഫ് അനാലിസിസ് ചെയ്തുകൊണ്ട് ഒരുപാട് ട്രേഡേഴ്സ് ചിലപ്പോൾ ഡിസിഷൻസ് എടുത്തുകൊണ്ട് വേൾഡിൽ തന്നെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സിന് വേണ്ടി ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവുക ഇതിനിടയിൽ. അങ്ങനെയാണ് മോസ്റ്റ്ലി. സോ ഇവരൊന്നും എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറയുന്നത് പാളി പോകാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് അല്ല, വളരെ ഫേമായിട്ട് എടുക്കുന്ന ഡിസിഷൻസാണ്. ഇങ്ങനെ എടുക്കുന്ന ഡിസിഷൻസിനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രി ചെയ്യുന്ന ട്രേഡ്സിനെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ രണ്ടാമത് എൻട്രി എടുക്കുന്നതിന് ആണ് നമ്മൾ ഈ ഒരു അഡാപ്റ്റീവ് പ്രൈസ് ആക്ഷൻ മെത്തേഡ്സിൽ പഠിക്കുന്നത്. സോ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സപ്ലൈ സോണിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു റൂൾ എന്തുകൊണ്ടാണ് വന്നേക്കുന്നത് പഠിക്കാം. സോ ഒരു ബുള്ളിഷ് മൂവ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് അവിടെ എൻട്രി ചെയ്തിരിക്കണം. ആ ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് അത്രയും അനാലിസിസ് ചെയ്തുകൊണ്ട് എൻട്രി ചെയ്ത് മാർക്കറ്റിനെ പമ്പ് ചെയ്തു. അപ്പോൾ ബുൾസ് അവിടെ പറയുകയാണ് മാർക്കറ്റ് വിൽ ഗോ അപ്പ്, ബിക്കോസ് അവർ ചിന്തിക്കുന്നത് ഒരു പൊസിഷൻ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെന്നാണ്. എങ്കിൽ മാത്രമേ അവർക്ക് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. ബുൾസ് മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു നിമിഷം തന്നെ ബയേഴ്സ് അവരുടെ ലിക്വിഡിറ്റി ഉപയോഗിച്ചുകൊണ്ട്, എന്താണ് അവരുടെ ലിക്വിഡിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ സെല്ലേഴ്സിന് 500 ബിറ്റ് കോയിൻ സെല്ല് ചെയ്യണം. എങ്കിൽ 500 ബിറ്റ് കോയിൻ അവർക്ക് അവിടെ വിൽക്കാൻ ആരെങ്കിലും വേണ്ടേ? ആ വിൽക്കുന്ന ആളുകളാണ് ബയേഴ്സ്. മനസ്സിലായില്ലേ? കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബയേഴ്സ് അവിടെ നിന്ന് പൊസിഷൻ എക്സിറ്റ് ആകുമ്പോഴാണ് ഈ ഒരു ബയേഴ്സിന് അല്ലെങ്കിൽ സെല്ലേഴ്സിന് അവിടെ ലിക്വിഡിറ്റി കിട്ടുന്നത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയറിനും ഒരു സെല്ലറിനും വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഇതിനാണ്, ബിഡ് ആൻഡ് ആസ്കിന് ഇടയിലുള്ള ട്രാൻസാക്ഷൻ്റെ ഒരു ഫ്ലുവൻസിനാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ബയറിന് ഒരു സെല്ലർ എന്ന റേഷ്യോ, അതുപോലെ സെല്ലറിന് ഒരു ബയർ എന്ന റേഷ്യോ. നൗ ബുൾസ് ഒരുപാട് ലോങ് പൊസിഷൻസ് എൻട്രി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് കോയിൻസ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ. സോ ഒരു സെല്ലറായിരിക്കും അവർക്കത് വിൽക്കുന്നത്, അതെല്ലാം ഈ വയർ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ സെല്ലറിന് 500 ബിറ്റ് കോയിൻ വിൽക്കണമെങ്കിൽ അത് മേടിക്കാൻ ആരെങ്കിലും അവിടെ വേണ്ടേ? അതാണ് ഈ ബയേഴ്സ്. സോ സെല്ലേഴ്സ് വിൽക്കുന്ന കോയിൻസ് എല്ലാം മേടിച്ചുകൊണ്ടിരിക്കും തോറും എന്താണ് ബയേഴ്സിന് ഒരു സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ബയേഴ്സ് മേടിക്കുന്നു ഓക്കെ തന്നെ, പക്ഷേ സ്റ്റിൽ എന്താണ് സെല്ലേഴ്സ് പിന്നെ അവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കോയിൻസ് വിറ്റുകൊണ്ടിരിക്കുകയാണ് അവരുടെ കയ്യിലുള്ള. കാരണം എന്താണ്? മാർക്കറ്റ് പമ്പായി, ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ ബയേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് കുറയുന്നു, സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? മേ ബി ഇവിടെ നിന്ന് ലോങ് പൊസിഷൻ ആയിട്ടുള്ള ആൾ പോലും ഇവിടെ വന്നിട്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ നോക്കും. അപ്പോഴും മാർക്കറ്റ് ഡംപ് ആകാനുള്ള ടെൻഡൻസിയാണ്. മനസ്സിലായില്ലേ? സോ ബുൾസ് എപ്പോഴും മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു ടൈമിൽ ബുൾസിൻ്റെ ലിക്വിഡിറ്റി ഉപയോഗിച്ചുകൊണ്ട് ബയേഴ്സ് മാർക്കറ്റിനെ ഡംപ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് 3 റൂൾസ് കമ്പൈൻ ചെയ്ത് പറയാനായിട്ട് പറ്റും. ഒന്ന്, bulls tried to pump the market but bears were strong than bulls and sold off the market, trapping bulls and shorting. So ബുൾസ് മാർക്കറ്റിനെ പമ്പ് ചെയ്യാനായിട്ട് അവർ പഠിച്ച പണി 18 നോക്കി, അവർ മാക്സിമം അവരുടെ ഫണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിനെ പമ്പ് ചെയ്യാൻ നോക്കി. പക്ഷേ ബയേഴ്സ് ബുൾസിനെക്കാട്ടിയും സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബുൾസ് എൻട്രി ചെയ്ത ഉടനെ തന്നെ അവർ മാർക്കറ്റിനെ റിവേഴ്സ് ചെയ്തു. ബുൾസിനെ ട്രാപ്പ് ചെയ്തുകൊണ്ട് അവർ ഷോർട്ട് പൊസിഷൻസ് ഓപ്പൺ ചെയ്തു. 2, ബുൾസ് ആർ നൗ ട്രാപ്ഡ് ഇൻ ദാറ്റ് സോൺ, therefore they will try to exit at small loss, i.e. ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ ബേ. നൗ ബുൾസ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഒരു നമ്മൾ 10x ട്രേഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു $1 ബില്യൺ ഈ പറയുന്ന ഒരു കോയിനാണ് ബിറ്റ് കോയിൻ എന്ന് കൂട്ടിക്കും. ബിറ്റ് കോയിൻ മേടിച്ച ഉടനെ പ്രൈസ് താഴേക്ക് വരുവാണ്. എനിക്കിപ്പോൾ $100,000 ലോസ്, ഇങ്ങനെ എന്താണ് ലോസ് നെഗറ്റീവ് കാണിക്കുവാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ലോസ് ബുക്ക് ചെയ്യുന്ന പാർട്ടീസ് അല്ല. മോസ്റ്റ് ഓഫ് ദം മാർക്കറ്റിനെ ഡീസൈ ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ പമ്പ് ചെയ്തുകൊണ്ട് തിരിച്ച് അവിടെ എത്തിച്ച് പ്രോഫിറ്റ് എടുക്കുന്ന ടീംസാണ്. മനസ്സിലായില്ലേ? സോ അവരെന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു ലോസ് വരുമ്പോൾ അവരുടെ ഫണ്ട്സ് സേഫ് ആക്കാനായിരിക്കും നോക്കുന്നത്, പ്രോഫിറ്റിലോട്ട് എത്താനല്ല. അവരുടെ മെയിൻ പ്രയോറിറ്റി ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും മാർക്കറ്റിൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല വരുന്നത്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ട് ബാങ്കിൽ വയ്ക്കുന്ന റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ മാർക്കറ്റിലേക്ക് ഫണ്ട്സ് നിക്ഷേപിച്ച് പ്രോഫിറ്റിൻ്റെ അല്ല അവരുടെ എയിം, പക്ഷേ ഫണ്ട്സ് അവിടെ സേഫ് ആക്കി വയ്ക്കുക എന്നുള്ളതാണ് പലരുടെ എയിം. മനസ്സിലായില്ലേ? സോ എപ്പോഴും ഒരേ എയിം തന്നെ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞ എയിം മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, വേറെ പല എയിംസും ഉണ്ട്. സോ അങ്ങനെ ഒരു എയിമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും, ഇപ്പോൾ പെൻഷൻ ഫണ്ട്സൊക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്.
അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്, അതാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ, അതായിരിക്കണം അവരുടെ മെയിൻ പ്രയോറിറ്റി. ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അത് പാനിക് ഉണ്ടാക്കും, അതോടൊപ്പം തന്നെ അവരുടെ കമ്പനി കൊളാപ്സ് ആവും. സോ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ക്യാപിറ്റലിനെ സേഫ് ആക്കുക എന്നായിരിക്കും. ഓക്കെ, സോ ഇവിടെ ബുൾസ് അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ 10x ട്രേഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അപ്പോൾ എൻ്റെ നെയിം നിങ്ങൾക്ക് അറിയില്ല, ശരത്ത്. അപ്പോൾ ഞാനൊരു ട്രേഡറാണ്. ഞാൻ 10x ബ്രോയുടെ കയ്യിൽ നിന്ന് ഒരു $500 million കടം മേടിച്ചാൽ പുള്ളി എനിക്ക് ഫണ്ട് മാനേജ് ചെയ്യാൻ തന്നു. അതുപോലെ നിങ്ങൾ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ 10x ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റിയിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ എല്ലാം കൂടി ഒരു $1 million വെച്ച് മേടിച്ച് എങ്ങനെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു $1 billion ഞാനിവിടെ ലോങ് ഇടുവാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോകും, പ്രോഫിറ്റ് കിട്ടും, അതിൽ നിന്നൊരു ഷെയർ നിങ്ങൾക്കും കൂടി തരാമെന്ന് പറഞ്ഞിട്ട് ലോങ് ഇടുവാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇട്ട ഉടനെ തന്നെ മാർക്കറ്റ് ഇപ്പോൾ ഞാനൊരു ബൈ പൊസിഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ എനിക്ക് സെല്ലേഴ്സ് വേണം. ആ സെല്ലേഴ്സ് ആയിരുന്നു ഈ പറഞ്ഞ ബയേഴ്സ്. ഇവരെനിക്ക് അവിടെ സെല്ല് ചെയ്തു, ഞാനതവിടെ ബൈ ചെയ്തു. ഉടനെ ഇവരുടെ സെല്ലിങ് എല്ലാം അവിടെ ഫില്ലായല്ലോ. ഉടനെ മാർക്കറ്റ് ഈ ഒരു ബിഡ് ആൻഡ് ആസ്കിൽ വേരിയേഷൻ വരും. കാരണം എന്താണ്, ഒരുപാട് സെല്ലോഡേഴ്സ് മാർക്കറ്റിൽ വരുമ്പോൾ ഇപ്പോൾ ഹൈ പ്രൈസിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ പ്രൈസ് കൂടിയിരിക്കുന്നു, ഒരു ബയർ അവിടെ കുറച്ച് പ്രോഡക്റ്റ് വിൽക്കാൻ വെച്ചിരിക്കുന്നു, പ്രൈസ് വളരെ കൂടുതലാണ്. അപ്പോൾ സെല്ലർ പറയും താഴ്ത്താ, ഈ പ്രൈസിൽ ഞാൻ മേടിക്കത്തില്ല, അല്ലെങ്കിൽ ഈ പ്രൈസിലിപ്പോൾ ഇനി മേടിക്കാൻ താല്പര്യമില്ല, ഇത് വളരെ ഹൈ പ്രൈസാണ്, ഞാൻ ഇനി കുറച്ചുകൂടി താഴെ വന്നാലേ മേടിക്കാൻ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ബയേഴ്സിൻ്റെ ഇത് കുറയും. അതുപോലെ സെല്ലേഴ്സ് പറയും ഈ ഒരു പ്രൈസിൽ ഇപ്പോൾ ഞാൻ ഈ പ്രൈസിൽ വിൽക്കുവാണ്, വേണമെങ്കിൽ മേടിച്ചു. ദെൻ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഹൈ പ്രൈസ് ആയതുകൊണ്ട് ബയേഴ്സിന് മേടിക്കാനുള്ള ടെൻഡൻസി കുറയും, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഇപ്പോൾ $21,100 നിൽക്കുന്നത് തൊട്ട് താഴെ $21,000 വരും. അപ്പോൾ അവിടെ അടുത്ത ഓർഡർ ഫില്ലാവും, അങ്ങനെ പ്രൈസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മളുടെ ഇപ്പോൾ എൻ്റെ പൊസിഷൻ ഇപ്പോൾ കറൻറ്റ് ലോസിൽ റണ്ണിങ് ആണ്. നൗ വെരി ബെറ്റ് സോ ഞാൻ പറഞ്ഞു നിർത്തിയത് പിന്നെ ബുൾസ് ആർ നൗ ട്രാപ്ഡ് ഇൻ ദ സോൺ, ദെർഫോർ ദേ വിൽ ട്രൈ ടു എക്സിറ്റ് അറ്റ് സ്മോൾ ലോസ് ഐ പേ. അതായത് ഇപ്പോൾ ബുൾസ്, അതായത് ഇവിടെ നിന്ന് മേടിച്ച ബുൾസ് ഉണ്ടല്ലോ, അവരിപ്പോൾ ട്രാപ്ഡ് ആയിട്ട് നിൽക്കുവാണ്. സോ അവർ മാക്സിമം ലോസ് കുറച്ച് മാക്സിമം എന്താണ് ബ്രേക്ക് ചെയ്യുമല്ലോ അവരത് എക്സിറ്റ് ചെയ്യാൻ നോക്കും. ബിക്കോസ് അവർക്ക് പ്രോഫിറ്റ് ആവുന്നതിനെക്കാട്ടിയും കൂടുതൽ ക്യാപിറ്റലാണ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഒരു ബയർ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ലോങ് പൊസിഷൻ ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് ആ ഒരു ബ്രേക്ക് ഈവൻ പൊസിഷൻ എത്തുമ്പോൾ അത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാനിവിടെ ഒരു ബൈ എടുത്ത് നിൽക്കുവാണ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ 10 ബിറ്റ്കോയിൻ ഉണ്ട്. തിരിച്ച് ഞാൻ എടുത്ത പ്രൈസ് ഇപ്പോൾ $24,000 ആയിരുന്നു. 24,000 തിരിച്ചെത്തിയപ്പോൾ ഞാൻ 10 ബിറ്റ്കോയിൻ അവിടെ ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ബിറ്റ്കോയിൻ 24,000 എന്ന പ്രൈസിൽ ഞാൻ സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഞാൻ ലോങ് എടുത്ത് വെച്ച കോയിൻസ് ഞാനിപ്പോൾ അവിടെ ഷോർട്ട് ചെയ്യണം, തിരിച്ച് എന്താണ് സെല്ല് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബയേഴ്സിനെ മറികടന്നുകൊണ്ട് സെല്ലേഴ്സ് അവിടെ നിന്ന് സെല്ല് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത് തിരിച്ച് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബുൾസിന് ബ്രേക്ക് ഈവന് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന സോണാണ്. ബ്രേക്ക് ഈവൻ എക്സിറ്റ് ചെയ്യുന്നതിന് അർത്ഥം എന്തിനാണ്, അവിടെ അവർ സെല്ല് ചെയ്യുവാണ്. രണ്ടാമത് സെല്ലിങ് നടന്നു. അപ്പോൾ ഒരു തവണ ഇനീഷ്യലായിട്ട് സെല്ലിങ് നടന്നു, രണ്ടാമത് ഇവിടെ വരുവാണെങ്കിൽ അവർ സെല്ല് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. മൂന്നാമത് ബേയേഴ്സ് സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ടു റിവേഴ്സ് ദ മാർക്കറ്റ് ഫ്രം ദ ബുൾസ്, സോ ദേ വിൽ ലൈക്ലി റീ എൻറ്റർ. ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞതാണ്. നമ്മൾ സപ്പോർട്ട് സോണിൽ ഒരു ബയർ ഇപ്പോൾ ബൈ ചെയ്തു, രണ്ടാമത് അയാൾ ബൈ ചെയ്യുന്നത് ഇവിടെ നിന്ന് പ്രോഫിറ്റ് എടുത്തതുകൊണ്ടാണ്, മനസ്സിലായില്ല? പ്രോഫിറ്റ് എടുത്തുകൊണ്ട് രണ്ടാമത് അവിടെ നിന്ന് ലൈക്ലി ബൈ ചെയ്ത് പിന്നെ അവിടെ നിന്ന് പ്രോഫിറ്റ് എടുക്കും. നമ്മൾ മീൻ മാർക്കറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴും 100 രൂപയ്ക്കൊരു ഏതെങ്കിലും ഒരു മീൻ മേടിച്ചിട്ട് 300 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ തിരിച്ച് 100 രൂപയിൽ അത് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ബിസിനസ്സിന് എന്ത് ചെയ്യും, മീൻ പിന്നെയും മേടിച്ച് ആ ഒരു വിലയ്ക്ക് വിൽക്കാൻ നോക്കും. അതുപോലെ തന്നെയാണ് ബയേഴ്സ് ഇത്രയും പൈസ കൊടുത്ത് പൈസ മുടക്കി ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന് ബുൾസിനെ റിവേഴ്സ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു സോണിലൊരു കണ്ണ് കാണത്തില്ലേ? അതായത് ഈ ഒരു റേഞ്ചിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഇത് കാണത്തില്ലേ, ഒരു അഫെക്ഷൻ കാണത്തില്ലേ? ആ ഒരു അഫെക്ഷൻ അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ലൈക്ലി ഇവിടെ നിന്ന് എൻ്റർ ചെയ്തത്, സെക്കൻഡ് ഇവിടെ ബുൾസ് അതായത് ബ്രേക്ക് ഈവൻ എക്സിറ്റ് ചെയ്യാൻ നിൽക്കുവാണ്. മൂന്നാമത് ബയേഴ്സ് ഇവിടെ നിന്ന് എൻ്റർ ചെയ്തത് കൊണ്ട് തന്നെ അവരിവിടെ നിന്ന് റീ എൻട്രി ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതെല്ലാം കൊണ്ട് ഈ 3 ടൈപ്പ് ഓഫ് സെല്ലിംഗ് സെനാറിയോസ് കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സോണിനെ സപ്ലൈ സോണിട്ട് എടുക്കുന്നത്. നൗ പ്രൈസ് ഇവിടെ വരുന്ന ടൈമിൽ തന്നെ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ തിരിച്ചെന്ത് ചെയ്യാൻ റിജക്റ്റായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്, മനസ്സിലായില്ലേ? കാരണം ഇത്രയും കോൺഫ്ലുവൻസസ് ഉണ്ട് നമുക്ക്. ഒന്ന്
ഇനിഷ്യലായിട്ട് അവർ ഇത്രയും പൈസ മുടക്കി, ഇപ്പോൾ $1 million ഇവിടെ ലോങ് പൊസിഷൻ എങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ ഇട്ടല്ലേ ഇവിടെ ഷോർട്ട് പൊസിഷൻസ് ഓപ്പൺ ചെയ്ത് തന്നെ ഡംപ് ചെയ്യാൻ പറ്റും. അതുപോലെ അവർ ഡംപ് ചെയ്ത് കഴിഞ്ഞാലോ പിന്നെയും അവർക്ക് പ്രോഫിറ്റ് കിട്ടിയല്ലേ, അപ്പോൾ തിരിച്ചവിടെ നിന്ന് റിട്രേസ് ചെയ്യുവാണെങ്കിൽ പിന്നെയും അവിടെ നിന്ന് അവർ ഷോർട്ട് ചെയ്ത് പിന്നെയും പ്രോഫിറ്റ് എടുക്കാൻ നോക്കും. അതുപോലെ ഈ ഒരു ലോങ് പൊസിഷൻ ഓപ്പൺ ചെയ്തവരോ ഇപ്പോൾ ലോസിലാണ്, ദെയർഫോർ അവർ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ഇത്രയും കൺഫർമേഷൻസോടുകൂടി തന്നെ നമ്മൾ സപ്ലൈ സോൺ വർക്ക് ആവാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഹയർ ദ ടൈം ഫ്രെയിം, ഹയർ ദ പ്രോബബിലിറ്റി, എത്രത്തോളം ഹയർ ടൈം ഫ്രെയിമിലാണ് നടക്കുന്നത് അത്രയും പ്രോബബിലിറ്റിയാണ് ഇത് നടക്കാൻ. സോ ഒരു 4 hour ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ 1 hour ടൈം ഫ്രെയിമിൽ നടക്കുന്നതായിരിക്കും ഒരു 1 minute ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ 5 minute ടൈം ഫ്രെയിമിൽ നടക്കുന്ന സപ്ലൈ സോണിനെ കാട്ടിൽ അല്ലെങ്കിൽ ഡിമാൻഡ് സോണിനെ കാട്ടിൽ വർക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. അതായത് സ്വിംഗ് ട്രേഡിങ്ങിനാണ് കുറച്ചും കൂടി പ്രോബബിലിറ്റി കൂടുതലെന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. ഓക്കെ, സോ സപ്ലൈ സോൺ സൈക്കോളജി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിമാൻഡ് സോൺ സൈക്കോളജിയാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ദ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവ് ആണ്. സോ ദ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ the last bearish candle before a bullish move. Okay, now എന്തുകൊണ്ട് the last bearish candle before a bullish move? ഒരു ഡൗൺ ട്രെൻഡ്, നേരത്തെ പറഞ്ഞതിൻ്റെ സെയിം ഓപ്പോസിറ്റ് ആണ്. ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടാവണമെങ്കിൽ ഒരുപാട് സെല്ലേഴ്സ് അവിടെ അവരുടെ ഫണ്ട് മുടക്കി, ഇപ്പോൾ സെല്ലേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ സ്വന്തം ഫണ്ട് മുടക്കി ആ ഒരു മാർക്കറ്റിനെ സെല്ല് ചെയ്താൽ മാത്രമേ ഒരു മാർക്കറ്റ് ഡൗൺ ആവുള്ളൂ. നൗ അത്രയും സെല്ലേഴ്സ് ഉള്ള അത്രയും സെല്ലേഴ്സ് ഇപ്പോൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡൗൺ ട്രെൻഡിൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു ക്യാൻഡിൽസ്റ്റിക്ക് ആണല്ലോ വന്ന് എൻഡ് ചെയ്യുന്നത്. ഈവൻ ദോ മാർക്കറ്റ് സ്ട്രക്ചർ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഒരു ക്യാൻഡിൽസ്റ്റിക്കിലാണല്ലോ ലാസ്റ്റ് വന്നത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാൻഡിൽസ്റ്റിക്കിൽ ഒരു ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ആ ഒരു ബെയറിഷ് ക്യാൻഡിൽ കഴിഞ്ഞ് മാർക്കറ്റിനെ റിവേഴ്സ് ചെയ്യുകയാണ് ബയേഴ്സ്. സോ ദ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് മൂവ് അല്ലെങ്കിൽ ബുൾസ് എൻ്റർ ചെയ്തതിന് തൊട്ട് മുമ്പുള്ള ബയേഴ്സിൻ്റെ ഒരു താവളമായിരുന്നു നമ്മളുടെ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതിൻ്റെ സെയിം ഓപ്പോസിറ്റ് സൈക്കോളജി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ ഞാൻ ടെക്സ് ട്രേഡേഴ്സിൽ നിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് കൂട്ടി, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സം $billions ഒരു ഷോർട്ട് പൊസിഷൻ ഓപ്പൺ ചെയ്യുകയാണ് അറ്റ് ദിസ് ഏരിയ. സോ ഏറ്റവും ലോയിൽ കൊണ്ടുവന്നാണ് ഞാൻ ഷോർട്ട് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ലോസ് ഫേസ് ചെയ്യുകയാണ് ഞാനവിടെ. സോ ഞാൻ എൻ്റർ ചെയ്തതിന് ശേഷം ഇപ്പം എനിക്ക് സെൽ എൻട്രി വേണമെങ്കിൽ ആരെങ്കിലും എനിക്കത് വിൽക്കാൻ ആൾ വേണ്ടേ, മനസ്സിലായില്ല. ഇപ്പോൾ എനിക്കവിടെ 10 BTC സെല്ല് ചെയ്യണം അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യണം. ഞാൻ ആരെന്തെങ്കിലും മേടിച്ചിട്ട് അത് ഷോർട്ട് ചെയ്യും, മനസ്സിലായില്ലേ. സോ ഞാൻ ആരെന്തെങ്കിലും മേടിച്ചു, ഞാൻ അവിടെ നിന്ന് അത് സെൽ എൻട്രി ഇട്ടു. ഷോർട്ട് എൻട്രി ഇട്ടപ്പോഴത്തേക്കും ഞാനിട്ട സെൽ എൻട്രി യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ സെൽ എൻട്രി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിട്ട ഷോർട്ട് എൻട്രീസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഈ പറയുന്ന ബയേഴ്സ് ബൈ ചെയ്യാണ്. കാരണം ഞാൻ സെല്ല് ചെയ്യുമ്പോഴാണ് ആ സെല്ല് ചെയ്ത ടോക്കൺസ് ആര് മേടിക്കുന്നത്, ബയേഴ്സ് അവിടെ മേടിക്കുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ അവിടെ ഞാൻ സെല്ല് ചെയ്ത അത്രയും കോയിൻസ് ബയേഴ്സ് അവിടെ അക്യുമുലേറ്റ് ചെയ്ത് കൂട്ടുവാണ് ആ ഒരു ഏരിയയിൽ. അതിനുശേഷം ഈ ഏറ്റവും താഴെ പ്രൈസ് വന്നതുകൊണ്ട് തന്നെ സെല്ലേഴ്സിന് ഇപ്പോൾ സെല്ല് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കുറയുവാണ്. അതുപോലെ ബയേഴ്സിന് ബൈ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുവാണ്. ദിസ് വിൽ കോസ് എ നാച്ചുറൽ അപ് ട്രെൻഡ്. സോ ഇപ്പോൾ നമുക്ക് ബിഡ് ആൻഡ് ആസ്കിൽ 24K ഇവിടെ, 23,900 ഇവിടെ. ഇവിടെ ഒരു ബയർ വന്നിട്ട് പറയുകയാണ് എനിക്ക് 23,900 എനിക്ക് ഇത് കോയിൻ മേടിക്കാൻ താല്പര്യം. അപ്പോൾ ഒരു സെല്ലർ വന്നിട്ട് പറയുകയാണ് ഇത്രയും താഴെ ഞാൻ വിൽക്കത്തില്ല, 24K നീ വാ, നിനക്ക് ഞാൻ തരാമെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ്ലി അങ്ങോട്ട് പേ ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ നല്ലൊരു ഡൗൺ ട്രെൻഡിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു സെല്ലറിന് ഇപ്പോൾ ഏറ്റവും താഴെ കൊണ്ടുവന്ന് വിൽക്കാനുള്ള ടെൻഡൻസി ഇല്ല, മനസ്സിലായില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ബയറിന് ഇപ്പോൾ കോയിൻ വേണം, സെല്ലറിന് ഇപ്പോൾ കോയിൻ എങ്ങനെയും വിൽക്കണം. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അങ്ങനെ മാർക്കറ്റ് എന്തെങ്കിലും ആഡ് ചെയ്ത് അപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ ഒരു അപ് ട്രെൻഡ് ഫോം ആകുന്നത്. ഒരു അപ് ട്രെൻഡ് ഫോം ആകണമെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും നേരം ഡൗണിലോട്ട് വന്ന ഒരു മാർക്കറ്റിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ബുൾസ് ഒരുപാട് ഫണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, അതിനെ പമ്പ് ചെയ്തത്. സോ ഇവിടെ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബയേഴ്സ് പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ പറയുവാണ് മാർക്കറ്റ് വിൽ ഗോ ഡൗൺ നൗ. ബിക്കോസ് ഞാനൊരു പൊസിഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം എന്തായിരിക്കും, ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത രീതിയിൽ മാർക്കറ്റ് പോകണമെന്നായിരിക്കും. സോ ഞാനിപ്പോൾ ഒരു ഷോർട്ട് പൊസിഷൻ എടുത്ത് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് താഴേക്ക് പോകണം എന്നായിരിക്കും. അതുപോലെ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നായിരിക്കും എൻ്റെ ആഗ്രഹം. ഞാൻ മാർക്കറ്റ് എൻ്റെ ലിക്വിഡിറ്റി യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതിനെതിരായതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കാണും, മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതേ ലിക്വിഡിറ്റി ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിനെ പമ്പ് ചെയ്യുവാണ്. പമ്പ് ചെയ്ത് മാർക്കറ്റിനെ മുകളിലോട്ട് എത്തിക്കുവാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ അതേ സെയിം ഓപ്പോസിറ്റ് ആയിട്ടുള്ള റൂൾസ് തന്നെ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ബേഴ്സ് ട്രൈ ടു ഡംപ് ദ മാർക്കറ്റ് ബട്ട് ബുൾസ് ആർ സ്ട്രോങ്ങർ ദാൻ ബേഴ്സ് ആൻഡ് ബോട്ട് ഇൻ ദ മാർക്കറ്റ് ട്രാപ്പിംഗ് ബേഴ്സ് ആൻഡ് ലോങ്ങിങ്. സോ
ബുൾസ് ഇവിടെ ബേഴ്സിനെക്കാട്ടിലും സ്ട്രോങ് ആയിരുന്നു. കാരണം ഇത്രയും നേരം ഉണ്ടായിരുന്ന ഡൗൺ ട്രെൻഡിന് അവർ ഇത്രയും ഫണ്ട് മുടക്കി. ഇപ്പോൾ ഒരു $1 ബില്യൺ ഇവിടെ ഇത്ര ഷോർട്ട്സ് ഓപ്പൺ ചെയ്തെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ ഫണ്ട് മുടക്കിയാലേ നമുക്ക് അപ് ട്രെൻഡിലോട്ട് പോകാൻ പറ്റും. മനസ്സിലായില്ലേ? സോ എന്തായാലും അവർ ബേഴ്സിനെക്കാട്ടിലും കൂടുതൽ ഫണ്ട്സ് മുടക്കി തന്നെയാണ് ഈ ഒരു അപ് ട്രെൻഡ് ഉണ്ടാക്കിയത്. ദെയർഫോർ ബുൾസ് ആർ സ്ട്രോങ്ങർ ദാൻ ബേഴ്സ്. ഓക്കെ, അതുപോലെ അപ്പോൾ അത് ഒന്നാമത്തെ കൺഫ്ലുവൻസ്. 2, ബേഴ്സ് ആർ നോട്ട് ട്രാപ്ഡ് ഇൻ ദാറ്റ് സോൺ, ദെയർഫോർ ദേ വിൽ ട്രൈ ടു എക്സിറ്റ് അറ്റ് സ്മാൾ ലോസ്, i.e. ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ ബേ. സോ ഇപ്പോൾ ബേഴ്സ് ആ ഒരു സോണിൽ ട്രാപ്ഡ് ആണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ആ ഒരു സോണിൽ ട്രാപ്ഡ് ആണ്. എൻ്റെ കുറേ ഷോർട്ട്സ് ഇപ്പോൾ ആ ഒരു സോണിൽ ട്രാപ്ഡ് ആണ്. സോ ഞാനിപ്പോൾ 10x Broന്റെ നിന്ന് കടം മേടിച്ചെന്ന് പറഞ്ഞു, അതുപോലെ എൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് ഉണ്ട്. ഇതെല്ലാം കൊണ്ടിട്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു പൊസിഷനിൽ നിന്ന് ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്ത് അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ സേഫ് ആക്കുക എന്നതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു ഗ്യാമ്പിളിങ്ങിന് നിൽക്കാതെ മാർക്കറ്റ് തിരിച്ച് എൻ്റെ ഒരു എൻട്രി ബൈ സോണിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഞാൻ എക്സിറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. മനസ്സിലായില്ലേ? സോ ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ ഷോർട്ട് ചെയ്തവർ എക്സിറ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അതാണ് കോൺഫ്ലുവൻസ് നമ്പർ 2. മൂന്നാമത്, ബുൾ സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ടു റിവേഴ്സ് ദ മാർക്കറ്റ് ഫ്രം ദ ബെയർ, സോ ദേ വിൽ ലൈക്ലി റീ എൻ്റർ. ഈ പറയുന്ന ബുൾസ് ഇവരെക്കാട്ടിലും കൂടുതൽ ഫണ്ട് മുടക്കി ഇത്രയും കഷ്ടപ്പെട്ട് മാർക്കറ്റിൽ എൻ്റർ ചെയ്ത് എന്തിനാണ്? പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനാൽ അവരെന്ത് ചെയ്യും, പിന്നെ അവിടെ നിന്ന് റീ എൻ്റർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് കോൺഫ്ലുവൻസ് നമ്പർ 3. ഇത്രയും കോൺഫിഡൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സോണിൽ ഇനി തിരിച്ച് പ്രൈസ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. മനസ്സിലല്ലേ? ഇങ്ങനെയാണ് ഡിമാൻഡ് സോൺസ് വർക്കാവുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഡിമാൻഡ് സോണിൻ്റെ സൈക്കോളജി. സോ ദ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ എ ബെയറിഷ് മൂവ് എന്തുകൊണ്ടൊരു സപ്ലൈ സോൺ ആയെന്ന്, ദ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവ് എന്തുകൊണ്ടൊരു ഡിമാൻഡ് സോൺ ആയെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കുന്ന രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോകാം. അതാണ് വിക്ക് ഓഫ് എ ക്യാൻഡിൽ. സോ the wick of a candle can be considered as a supply zone. Why? ഇത് പറയുന്നതിന് മുമ്പേ നമ്മൾ നേരത്തെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കുന്ന ഈ ടൈപ്പ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ലൈവ് ആയിട്ട് ചാർട്ടിൽ വന്ന് നോക്കാം. സോ ഞാൻ ഈ ഒരു എത്ര പ്രസൻറ്റേഷൻ കാണിച്ചെന്ന് പറഞ്ഞാലും എത്ര ഷൈനി ആയിട്ടുള്ള പ്രസൻറ്റേഷൻ കാണിച്ചെന്ന് പറഞ്ഞാൽ ലൈവ് മാർക്കറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ ക്ലീൻ ആയിട്ടുള്ള ക്യാൻഡിൽസ് കിട്ടണമെന്നില്ല. സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിറ്റ്കോയിൻ USDTയുടെ ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് ഞാൻ റീപ്ലേ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്തിട്ട് കുറച്ചും ഇങ്ങോട്ട് ബാക്കിലോട്ട് വന്നിട്ട് റീപ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ടത് എപ്പോഴും ദ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവ് എന്ന് പറയുന്ന റൂളിൽ എപ്പോഴും നമുക്ക് അതേ ക്യാൻഡിൽ തന്നെ എടുക്കണം എന്ന് ഇല്ല. മനസ്സിലായില്ല? അങ്ങനെ പറ്റത്തില്ല. സോ അവിടെ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് സോൺസ് വരയ്ക്കേണ്ടിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഈ ഒരു സോൺ എടുക്കുമ്പോൾ, അതുപോലെ വേറൊരു കാര്യം പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. നമ്മളൊരു ക്യാൻഡിൽ, ഇതിപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അതുപോലെ ഇതിനെ ബെയറിഷ് ക്യാൻഡിലായിട്ടും കൂട്ടാം. ഓക്കെ, ഇതൊരു ബെയറിഷ് ക്യാൻഡിൽ, ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ. ഈ ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ ടോപ്പ് വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സ് ആയിരിക്കും. അതുപോലെ ബുള്ളിഷ് ക്യാൻഡിൽ ടോപ്പ് വിക്ക് എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സും ആയിരിക്കും. മനസ്സിലായില്ലേ? കാരണം അവിടെ നിന്ന് സെല്ലേഴ്സ് ഡംപ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു വിക്ക് ഉണ്ടായത്. ഇതുകൊണ്ട് തന്നെ നമ്മളൊരു ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ സോൺ വരയ്ക്കുമ്പോൾ ഈ രണ്ട് വിക്കിനെ അവോയ്ഡ് ചെയ്ത് ആ ഒരു ബോഡിയുടെ താഴെ ആയിരിക്കും വരയ്ക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഡിമാൻഡ് സോൺ എടുക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ടോപ്പ് വിക്കിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇവിടെ ആയിട്ട് ഡിമാൻഡ് സോൺ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഒരു സപ്ലൈ സോൺ എടുക്കുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ സപ്ലൈ സോൺ വരയ്ക്കും. ഇത് ഈ ഒരു വിക്ക് അവോയ്ഡ് ചെയ്യും. മനസ്സിലായി? ഈ വിക്ക് ചേർത്ത് നമ്മൾ വരയ്ക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു ഡിമാൻഡ് സോണാണ്. എന്തുകൊണ്ട് ഇത് ഡിമാൻഡ് സോൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവ്, സൂപ്പർ ബുള്ളിഷ് മൂവ് ആയിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിലായിരുന്നു ഇത്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഈ ഒരു ടോപ്പ് വരെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബോട്ടം വിക്ക് വരെ എടുത്തേക്കുവാണ്. ഇനി ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഇപ്പുറത്തൊരു വേറൊരു വിക്ക് ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? എസ്പെഷ്യലി ക്രിപ്റ്റോയിൽ അല്ലെങ്കിൽ സ്റ്റോക്സിലൊക്കെ ആണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഫോറിൻ എക്സ്ചേഞ്ചിൽ കുറച്ചും കൂടി വർക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ബോട്ടം വിക്ക് വരെ എടുക്കണം. അല്ലാതെ ക്യാൻഡിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ എടുക്കല്. ഇപ്പോൾ ഇവിടെ ക്യാൻഡിലെങ്കിൽ അങ്ങ് എടുക്കല്, താഴെ വിക്ക് വരെയും അത് ഡ്രോ ചെയ്യണം. അതിനുശേഷം ഞാനത് നീട്ടി വരച്ചേക്കുവാണ്. എന്ത് പറ്റി? സ്വാഭാവികമായിട്ടും പ്രൈസ് അവിടെ നിന്ന് വന്ന് റിജക്റ്റായി. ശേഷം ഒന്നും കൂടി താഴോട്ട് വന്നെങ്കിലും അതേ സോണിൽ തന്നെ സോൺ ബ്രേക്ക് ചെയ്യാതെ അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് പമ്പ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ?
ഈ ഒരു ഒറിജിൻ അടുത്ത് വരെയെങ്കിലുമൊക്കെ പമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് പ്രൈസ് റിജക്റ്റ് ആകുമ്പോൾ തൊട്ടടുത്തുള്ള സപ്ലൈ സോണിലാണ് അത് ഡംപ് ചെയ്യാനുള്ള ചാൻസ്. അതുപോലെ സപ്ലൈ സോണിൽ നിന്ന് റിജക്റ്റ് ആകുമ്പോൾ തൊട്ട് താഴെയുള്ള ഡിമാൻഡ് സോൺ വരെയാണ് അത് ഡംപ് ചെയ്യാനുള്ള ചാൻസ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ GBP JPY എന്ന പെയറിൽ കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ ഇതിനിടയ്ക്ക് റീസെൻ്റായിട്ട് എൻട്രി എടുത്ത ഒരു പെയറായിരുന്നു GBP JPY ഫോറിൻ എക്സ്ചേഞ്ച് പെയറാണ്. ഒരു ഹയർ ടൈം ഫ്രെയിം H4 സപ്ലൈ സോണിലാണ് ഞാൻ എൻട്രി എടുത്തത് വിത്ത് LTF കൺഫർമേഷൻസ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ, അതായത് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസ് എന്ന ചാപ്റ്ററിൽ സെക്കൻഡ് വരുന്നതാണ് ക്വാസിമോഡോ അല്ലെങ്കിൽ QM പാറ്റേൺ എന്ന് പറയുന്നത്. ആ ഒരു QM പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിമാൻഡ് സോൺ ആയിരുന്നു തൊട്ട് താഴെയുള്ളത്. അപ്പോൾ ആ ഒരു ഡിമാൻഡ് സോൺ കറക്റ്റ് ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ താഴെ വരെ എടുക്കാം, പക്ഷേ ഈ ഒരു ക്യാൻഡിലാണ് നമ്മളുടെ ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്ത ഞാൻ ഇവിടെയാണ് ടാർഗറ്റ് വെച്ചത്. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തുള്ള ഇതും കൂടി ഞാൻ എടുത്തു, മനസ്സിലായില്ലേ? ഇവിടെ വരെ ഞാൻ ടാർഗറ്റ് വെച്ചത് നമ്മുടെ സപ്ലൈ സോണിൽ നിന്ന് റിജക്റ്റ് ആയി കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ഡിമാൻഡ് സോൺ വരെ ആയിരിക്കും ആ പ്രൈസ് മൂവ് ചെയ്യാനുള്ള ചാൻസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അത് മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകും തീർച്ചയായിട്ടും. ബട്ട് നമ്മൾ ആസ് സേഫ് ട്രേഡേഴ്സ് നമ്മൾ ഗ്യാമ്പിൾ ചെയ്യാതെ തൊട്ടടുത്തുള്ള ഡിമാൻഡ് സോണിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നോക്കണം, മനസ്സിലായില്ലേ? സോ നമുക്ക് ബാക്ക് ടു മറ്റേതിലേക്ക് കടക്കാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കുന്നതിൽ ഇത് ചെയ്യാം, കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങൾ അസൈൻമെൻറ്റ് വരുന്നത് ഈ ഒരു സെക്ഷനിലാണ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞു തരും. അതുപോലെ വരച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. സബ്മിറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് പറഞ്ഞു തരും. സബ്മിറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ് റിലീസ് ചെയ്യത്തില്ല. നെക്സ്റ്റ് ക്ലാസ് സബ്മിറ്റ് ചെയ്യുന്നത് വരെ റിലീസ് ചെയ്യത്തില്ല. അപ്പോൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ഒരു ഡിമാൻഡ് സോൺ വരയ്ക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു തന്നത്. ഞാൻ ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു വിക്കും, അതായത് നമ്മുടെ ഒരു ബെയറിഷ് ക്യാൻഡലിൻ്റെ ടോപ്പിലുള്ള വിക്കും അതുപോലെ ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ബോട്ടത്തിലുള്ള വിക്കും കൺസിഡർ ചെയ്തില്ല, മനസ്സിലായില്ലേ? സോ ജസ്റ്റ് ബെറ്റ്. സോ ഈ ഒരു ഡിമാൻഡ് സോണിൽ ഈ ഒരു ഏരിയ, അതായത് സെല്ലേഴ്സ് എൻട്രി ആയിട്ടുള്ള ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്തിട്ടില്ല. അതുപോലെ ഒരു സപ്ലൈ സോണിൽ ഞാൻ ഈ ഒരു ഏരിയ എടുക്കുവാണ്, ഇത്രയും ഏരിയ കൺസിഡർ ചെയ്യത്തില്ല. അൺഫോർച്യുനേറ്റ്ലി ഞാൻ ഈ ഒരു ഏരിയ എടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അത് 1 hour സോണാണിത്, ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഏരിയ ഒന്നുകൂടി റിഫൈൻ ചെയ്തെടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു 1 hourൽ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുപോലെ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡൽ ഇവിടെ എടുക്കാതെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇത് വളരെ ചെറുതായി പോയി, മനസ്സിലായില്ലേ? ഒരു 1 hourൽ ഇതെടുക്കാനുള്ള റീസൺ ഇത് കണ്ടോ, ബേസ്ഡ് ഡ്രോപ്പ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഫുൾ പോർഷൻ എടുത്തത്. കാരണം ഇതൊരു ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പാണ്, DBD ആണ്, മനസ്സിലായില്ലേ? ദെയർഫോർ നമ്മൾ ആ ഒരു സോൺ മേ ബി ഇത് ഫുള്ള് വേണമെങ്കിലും എടുക്കാം, ഈ ഒരു ബേസ് ഫുള്ള് വേണമെങ്കിലും എടുക്കാം ഞാൻ. പക്ഷേ ഈ 2 വിക്ക് കൂടി എടുത്തിട്ടുണ്ട്, കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പഠിക്കുന്നതാണ്. പക്ഷേ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. സോ 20 minute നമുക്ക് ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡൽ ബിഫോർ എ ബുള്ളിഷ് മൂവ്. അതുപോലെ ഞാൻ ടോപ്പ് വിക്ക് എടുത്തിട്ടില്ല ബെയറിഷ് ക്യാൻഡലിൻ്റെ, മറ്റേതിൽ ബോട്ടം വിക്കും എടുത്തിട്ടില്ല. സോ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡൽ ബിഫോർ എ ബുള്ളിഷ് മൂവ് ഞാൻ ഈ വിക്ക് എടുത്തു. അതുപോലെ അവിടെ നിന്ന് റിജക്റ്റ് ആയി. നെക്സ്റ്റിലും അതുപോലെ തന്നെ ഞാൻ ഈ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡൽ ബിഫോർ എ ബുള്ളിഷ് മൂവ് വേണമെങ്കിൽ ഇത് ഇത്ര എടുക്കാമായിരുന്നു. പക്ഷേ ഇത്ര ചെറിയൊരു ഡിമാൻഡ് സോൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വരെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എടുത്താൽ സേഫ് ആയിരിക്കും, പക്ഷേ ഞാൻ ഇവിടെ വരെ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവ്, നല്ലൊരു ബുള്ളിഷ് മൂവ് ആയിരുന്നു, നല്ല വോളിയുള്ള ബുള്ളിഷ് മൂവ് ആയിരുന്നു. വോളിയം ട്രേഡിങ്ങിൽ നിങ്ങൾ അതൊക്കെ പഠിക്കും. സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് ഡിമാൻഡ് സോൺ, ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവ്. ആ ബെയറിഷ് ക്യാൻഡിൽ ഞാൻ അത് കണ്ടോ, പ്രീവിയസ് വിക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതുവരെ എടുത്താൽ പോരെ, മേ ബി എടുത്താൽ മതി. പക്ഷേ ഇത് കണ്ടോ, ബ്രീച്ച് ചെയ്തേക്കുന്നുണ്ടോ, അത് ബ്രേക്ക് ചെയ്തേക്കുന്നുണ്ടോ? ആസ് വെൽ ആസ് നമ്മൾ ഇതെടുക്കുവാണെങ്കിലോ അത് ബ്രേക്ക് ചെയ്യുന്നില്ല. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് വരെ ഡിമാൻഡ് സോൺ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ ആ ഡിമാൻഡ് സോൺ 2 ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ സപ്ലൈ സോണിൽ നോക്കുകയാണെങ്കിൽ ഇത് DBD സപ്ലൈ ആണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഡ്രോപ്പ് ഫുൾ എടുത്തതേ ഉള്ളൂ. മേ ബി ഇതുവരെ നിങ്ങൾക്ക് എടുക്കാമായിരുന്നു, പക്ഷേ ഞാൻ ഇവിടെ വരെ എടുത്തിട്ടുണ്ട്. ഇതെടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ, അതുപോലെ തൊട്ട് താഴെ ഇതായിരുന്നു ഏറ്റവും ലോവസ്റ്റ് വിക്ക്. ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങളിനി പഠിക്കത്തേ ഉള്ളൂ, പക്ഷേ ഇപ്പം പഠിക്കത്തേ ഉള്ളൂ. പക്ഷേ അതല്ലാതെ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്, ഡോജി ആണെങ്കിൽ പോലും ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടോ, ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാമായിരുന്നു. ഇത് കണ്ടോ, ഇത് കൺസിഡർ ചെയ്യുന്നു. പക്ഷേ ഞാൻ ടോപ്പിൽ ഇതുവരെ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതും എടുത്തു. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ആക്ച്വലി ഓർഡർ ബ്ലോക്കൊക്കെ നിങ്ങൾക്ക് വഴിയേ വരുന്നുണ്ട്. അല്ലാതെ വരയ്ക്കുകയാണെങ്കിൽ ഇത് എടുക്കാമായിരുന്നു നിങ്ങൾക്ക്. ഇത് ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ എ ബെയറിഷ് മൂവ്. ഇതായിരുന്നു ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ ദിസ് ബെയറിഷ് മൂവ്.
സോ അത് ഞാൻ എടുത്തു. കറക്റ്റ് ആ സപ്ലൈ സോൺ വർക്ക് ആവുകയും ചെയ്തു. മനസ്സിലായോ? സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. വെയിറ്റ്, ഇത് കണ്ടോ, ഈ ഒരു ഡിമാൻഡ് സോൺ, ഈ ഒരു വിക്ക്, അതുപോലെ ഈ ഒരു ബോഡി എടുക്കുവാണ്. ഇത്രയും ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ ദ ബുള്ളിഷ് മൂവ് എടുക്കുവാണ്. ആക്യുറേറ്റ് ആയിട്ട് അവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് പ്രൈസ് റിജക്റ്റ് ആയിരിക്കുന്നുണ്ടോ. അതുപോലെ ഈ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ സപ്പോർട്ട് സോണായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടാമതും അവിടെ നിന്ന് എന്ത് ചെയ്യും, പ്രൈസ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ തോ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രേഡ് ചെയ്യുന്നില്ല എങ്കിലും ഈ ഒരു ലോ പോയിന്റ് വർക്ക് ആവുന്നുണ്ട്. ലോ പോയിന്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല പ്രൈസ്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോ പോയിന്റ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നമുക്ക് അവിടെ നിന്ന് ഒരു മൂവ് കിട്ടിയിട്ടുണ്ട്. സപ്ലൈ സോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു സപ്ലൈ സോൺ ആയിരുന്നു, ബ്രേക്ക് ആകപ്പെട്ട സപ്ലൈ സോൺ. നമ്മൾ ഇവിടെ നിന്ന് ഇവിടം വരെ കൺസിഡർ ചെയ്യുവാണ്. ഇത് കണ്ടോ, കറക്റ്റ് അവിടെ നിന്ന് റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് റിജക്റ്റ് ആയിട്ടുണ്ട്. തൊട്ട് മുകളിലുള്ള സപ്ലൈ എന്നൊക്കെ അത് റിജക്റ്റ് ആയിട്ടുണ്ട്. സോ നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഒരു സപ്ലൈ സോൺ അല്ലെങ്കിൽ ഇത് കണ്ടോ, ഒരു ബെയറിഷ് ട്രെൻഡിൻ്റെ ഇടയ്ക്കുള്ള സപ്ലൈ സോൺ കൺസിഡർ ചെയ്യരുത്. ഇത് പ്രീമിയം ഡിസ്കൗണ്ടും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഡിസ്കൗണ്ടിലാണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ നമ്മുടെ ഫിബൊനാച്ചി ടൂൾ എടുത്തിട്ട് 50% മാർക്ക് ചെയ്യാണ്. ഈ ഒരു ടോപ്പിൽ നിന്ന് ബോട്ടം വരെ റേഞ്ച് ഇത് കണ്ടോ, 50% താഴെയാണ് ഈ പറയുന്ന സോൺസ് എല്ലാം. സോ ഇവിടെയെങ്കിലും നമ്മൾ ആ ഒരു സ്വിംഗ് എൻട്രി ഇട്ട് വെക്കരുത്. നമ്മളെപ്പോഴും സ്കാൽപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡേ ട്രേഡ് ചെയ്യുമ്പോൾ ദ ഹയസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ദ ലോവസ്റ്റ് ഏരിയ ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്. അതിനിടയിലുള്ള സോൺസ് ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്. സോ ഇത് കണ്ടോ, ഇതൊരു സൈഡ് വേസ് ട്രെൻഡാണ് ആക്ച്വലി. ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഇപ്പോൾ ഒരു സൈഡ് വേസ് ട്രെൻഡ് വരുവാണ്. ഈ ഒരു ഏരിയയിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ഡേ ട്രേഡ് ചെയ്യാവുള്ളൂ. അതും സ്കാൽപ്പിങ്. സ്വിംഗ് ട്രേഡ് ഒരിക്കലും ചെയ്യരുത് ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ. സ്കാൽപ്പിംഗ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സ്കാൽപ്പിംഗ് അതുപോലെ ഡേ ട്രേഡിംഗ് ഒക്കെ വളരെ കെയർഫുൾ ആയിട്ടാണ് ചെയ്യേണ്ടത്. സൈഡ് വേസ് മാർക്കറ്റിൽ ആരും അങ്ങനെ ട്രേഡ് എടുക്കാറില്ല. ബട്ട് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ ഡ്രാ ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവ്, ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ എ ബെയറിഷ് മൂവ്, രണ്ട് രീതിയിൽ പറഞ്ഞു തന്നു. നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് ഡ്രായിങ് പഠിക്കാം. The wick of a candle can be considered as a supply zone. Why? See, ഞാൻ നേരത്തെ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നെ. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു തന്നായിരുന്നു. ഇതായിരുന്നു ആ ഒരു സപ്ലൈ സോൺ. 1 hour എടുക്കുവാണെങ്കിൽ ഈ സപ്ലൈ സോൺ 1 hourൽ ഈ വിക്ക് കണ്ടു. ഈ ഒരു വിക്സിൻ്റെ ഈ ഒരു ഏരിയയിലാണ് ഞാൻ എൻട്രി വെച്ചത്. കണ്ടോ? സോ എന്തുകൊണ്ടാണ് ഈ ഒരു വിക്ക് ഓഫ് എ ക്യാൻഡിൽ ഞാൻ എൻട്രി ആയിട്ട് എടുത്തത്? എന്തുകൊണ്ട് ഈ ഒരു ബോഡി അവോയ്ഡ് ചെയ്തു? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ക്യാൻഡിൽസ്റ്റിക് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇനി അത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. അതുപോലെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാനും പോകുന്നില്ല. ക്യാൻഡിൽസ്റ്റിക് സൈക്കോളജിയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് എന്താണ് ഒരു വിക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വിക്ക് ക്രിയേറ്റ് ആകുന്നത് എന്നുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിക്ക് എന്ന് പറയുന്നത് നമ്മളെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ക്യാൻഡിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്ററാണ്. അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ളത് ഒരു ബെയറിഷ്നെസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഒരു ബെയറിഷ് ക്യാൻഡിലിൽ ബോട്ടത്തിലുള്ളത് ഓക്കെ. സോ അതാണ് ഒരു വിക്കിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ബോഡി ടു വിക്ക് റേഷ്യോയിൽ നമ്മൾ പറഞ്ഞു തന്നായിരുന്നു ഒരു വലിയ വിക്കും ചെറിയ ബോഡിയും ആണെങ്കിൽ ആ ഒരു ട്രെൻഡ് വീക്ക് ആവാനാണ് ചാൻസ് കൂടുതൽ. നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെയും സെയിം ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. ഇപ്പോൾ ഒരു അപ് ട്രെൻഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദെൻ അൺഫോർച്ചുനേറ്റ്ലി ഒരു സ്പെസിഫിക് ടൈം എത്തിയപ്പോഴത്തേക്കും, ഒരു സ്പെസിഫിക് ഏരിയ എത്തിയപ്പോഴത്തേക്കും അടുത്ത് വന്നൊരു ബുള്ളിഷ് ക്യാൻഡിൽ വളരെ വീക്കായിട്ട് ആ ബുള്ളിഷ് ക്യാൻഡിൽ മണ്ടലോട്ട് കയറിപ്പോയെങ്കിലും സെല്ലേഴ്സ് ഉടനെ പുഷ് ഡൗൺ ചെയ്ത് ആ താഴെ വരെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഡംപ് ആകുകയാണ് അവിടെ നിന്ന്. ഈ ഒരു വിക്ക് എന്ന് പറയുന്നത് സെല്ലേഴ്സ് എൻട്രി ചെയ്തിട്ടുള്ള ഏരിയ അല്ലേ, അതുകൊണ്ടല്ലേ അത് വിക്കായത്, വലിയൊരു വിക്കായത്. മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിക്കിനെ കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ആ ഒരു വിക്കിലാണ് ഇത്രയും നേരം ഉണ്ടായിരുന്ന അപ് ട്രെൻഡിനെ റിവേഴ്സ് ചെയ്യാൻ തക്ക ശക്തിയുള്ള സെല്ലേഴ്സ് എൻട്രി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമ്മൾ സപ്ലൈ ആയിട്ട് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് രണ്ടാമത് പ്രൈസ് ഒന്നല്ല റിജക്റ്റ് ആവാനുള്ള ചാൻസും ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, the wick of a candle can be considered as a supply zone. Why?
ബിക്കോസ് ഇതാണ് നമ്മളെ വിക്ക് ബേസ്ഡ് ആയിട്ടുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ. സോ നേരത്തെ നമ്മൾ ക്യാൻഡിൽ ബേസ്ഡ് ആയിട്ടുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് പറഞ്ഞത് കണ്ടോ, ക്യാൻഡിൽ ഫുൾ എടുത്തുകൊണ്ടുള്ള നൗ വിക്ക് ബേസ്ഡ് ആയിട്ടുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് ആണ് നിങ്ങൾ കാണുന്നത്. സോ ഈ ഒരു അപ് ട്രെൻഡിന് ശേഷം ഇത്രയും വലിയൊരു വിക്കും ചെറിയൊരു ബോഡിയുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആകുന്നു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പോകുന്നു. ഈ ഒരു വിക്കിനെ നമ്മൾ സപ്ലൈ സോൺ ആയിട്ട് എടുക്കുന്നു, ബിക്കോസ് ഇവിടെയാണ് നമ്മളെ സെല്ലേഴ്സ് എൻ്റർ ആയിട്ടുള്ള സോൺ. ദെൻ അതുപോലെ തന്നെ മാർക്കറ്റ് അവിടെ വന്ന് റിജക്റ്റ് ആകുമെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. വൈസ് വേഴ്സ ഡിമാൻഡ് സോണിലാണെങ്കിൽ നല്ലൊരു ബെയറിഷ് ട്രെൻഡിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു ബെയറിഷ് ക്യാൻഡിലിൽ വലിയ രീതിക്ക് ബയേഴ്സ് വന്നിട്ട് ഒരു ചെറിയ ബോഡിയുള്ള അതുപോലെ വലിയ വിക്കുള്ള ഒരു ബെയറിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ആകുകയാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇപ്പോൾ മുകളിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു വിക്കായിരുന്നു നമ്മളുടെ ബയേഴ്സിൻ്റെ ഇനിഷ്യൽ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിൽ നമ്മൾ പ്രൈസ് അവിടെ വന്നു കഴിഞ്ഞാൽ റിജക്റ്റ് ആകുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിക്ക് കൺസിഡർ ചെയ്ത് സപ്ലൈ സോണായിട്ട്, ബിക്കോസ് ഈ ഒരു വിക്ക് ആയിരുന്നു നമ്മളുടെ ഈ ഒരു അപ്റ്ററിന് ശേഷം റിവേഴ്സ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പോയി അതുപോലെ തന്നെ അവിടെ നിന്ന് റിജക്റ്റ് ആവുകയും ചെയ്തു. ഓക്കെ, സോ വിക്ക് ഓഫ് എ ക്യാൻഡിൽ ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സപ്ലൈ ഓർ ഡിമാൻഡ് സോൺ. ഇവിടെയും ലൈവായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു സപ്ലൈ സോൺ. ഈ ഒരു സപ്ലൈ സോൺ ഞാൻ എടുക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുത്തെന്ന് വിചാരിച്ചു, ഇനി വരെ പോയിട്ട് പിന്നെ തിരിച്ച് കയറി അതുപോലെ തന്നെ താഴെ ഇറങ്ങുകയും ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സപ്ലൈ സോൺ എങ്ങനെ വർക്കായെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നല്ല രീതിക്ക് തന്നെ വിക്ക് വന്നിട്ട് മാർക്കറ്റ് താഴേക്ക് പോയിട്ടുള്ളൊരു സ്പോട്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്പോട്ട് എടുക്കുവാണെങ്കിൽ ഇവിടെ നല്ല രീതിക്ക് വിക്ക് റിജക്ഷൻസ് വന്നിട്ടുള്ള സ്പോട്ടായിരുന്നു. നല്ലൊരു ബെയറിഷ് ട്രെൻഡ് വന്നു, അതുപോലെ തന്നെ പ്രൈസ് അവിടെ നിന്ന് റിജക്റ്റ് ആകുകയും ചെയ്തു. മനസ്സിലായില്ലേ? ദെൻ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് എവിടെയൊക്കെ വിക്ക് ഓഫ് എ ക്യാൻഡിൽ. അപ്പോൾ അത് ബ്രേക്ക് ആവുന്ന സിറ്റുവേഷൻസും ഉണ്ട്. ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ബ്രേക്ക് ആയിട്ടുണ്ട് പ്രൈസ്. അതുപോലെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്, സ്റ്റിൽ ബ്രേക്ക് ആയിട്ടുണ്ടോ? മനസ്സിലായില്ല? അപ്പോൾ അവിടെയൊക്കെ ഒരു SL ഹിറ്റ് ആവും, ഷുവറാണ്. പിന്നെ ദ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവ്. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, അഥവാ നമ്മളുടെ ക്യാൻഡിൽ നല്ലൊരു വലിയ വിക്കും ചെറിയ ബോഡിയും അതുപോലെ വലിയ വിക്കും അങ്ങനെ സാൻഡ്വിച്ച്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഫുള്ള് കൺസിഡർ ചെയ്യണം. കാരണം ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ് ആ ഒരു ടൈമിൽ. ഓക്കെ, അത് നമുക്ക് കൺസിഡർ ചെയ്യണം. ഓർഡർ ബ്ലോക്ക് ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു തൊട്ടിപ്പുറത്തുള്ള ലെവൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത് പതിവ്. സോ അത് നിങ്ങൾക്ക് എൻ്റെ ചാർട്ട്സ് കാണാൻ മനസ്സിലാവും. ഇങ്ങനെ എടുക്കണമെന്നില്ല, ഇതും എടുക്കണമെന്നില്ല. തൊട്ടിപ്പുറത്തൊക്കെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ഈ ഒരു ക്യാൻഡിൽ ഫുള്ള് കൺസിഡർ ചെയ്യുവാണ്. അതുപോലെ തന്നെ അവിടെ ഒന്ന് റിജക്റ്റ് ആവുകയും ചെയ്തു, പ്രൈസ് അവിടെ നിന്ന് പമ്പ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ മൾട്ടിപ്പിൾ കുറച്ചും കൂടി എക്സാമ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട്. വിക്ക് ഓഫ് എ ക്യാൻഡിൽ ഞാൻ ഇങ്ങനെ എടുക്കുവാണ്. അതായത് കണ്ടോ, കറക്റ്റ് അവിടെ നിന്ന് റിജക്റ്റ് ആയി ഇത്രയും ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഒരു 2.7% മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ വേറെ കുറേ എക്സാമ്പിൾസൊക്കെ നോക്കുവാണെങ്കിലും അവിടെ എല്ലാം നമുക്ക് എന്ത് പറ്റും, ഈ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് പ്ലേ ഔട്ട് ആകുന്നത് കാണാനായിട്ട് പറ്റും. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കേണ്ട രണ്ട് ടൈപ്പ് പറഞ്ഞു. ഒന്ന് ക്യാൻഡിൽ ഇറ്റ് സെൽഫ്, ദ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ എ ബുള്ളിഷ് മൂവ് ആൻഡ് ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ എ ബെയറിഷ് മൂവ്. അതുപോലെ രണ്ടാമത് ഇപ്പോൾ സപ്ലൈ ഡിമാൻഡ് സോൺ വരയ്ക്കുന്നത് വിക്ക് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. സപ്ലൈ സോൺ സൈക്കോളജി #2 ടെക്നിക്കൽ സൈഡിൻ്റെ രണ്ടാമത്തെ ഫേസിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു വിക്ക് എന്ന് പറയുന്നത് ബെയേഴ്സ് എൻ്റർ ചെയ്തിട്ടുള്ള ഏരിയയാണ് സപ്ലൈ സോണിൽ. ഇത്ര നേരം പമ്പ് ചെയ്തിട്ട് ആ ഒരു വിക്കിലാണ് നമ്മളെ ബെയേഴ്സ് എൻ്റർ ചെയ്തിട്ടുള്ളത്. ബെയേഴ്സിൻ്റെ ഒരു ചെറിയ കൂട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. വി വിൽ നോട്ട് ലെറ്റ് ദ ബുൾസ് ഗോ ഹയർ. സോ ഇവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ബുൾസ് ട്രൈ ടു ക്ലോസ് ദ പ്രൈസ് മച്ച് ഹയർ ബട്ട് ബെയേഴ്സ് പുഷ്ഡ് ഇൻ ആൻഡ് ദ റിസൾട്ട് വാസ് മൂവ് വിക്ക് ദാൻ എ ബോഡി. ബുൾസ് നമ്മൾ ആസ് യൂഷ്വൽ ബുൾസ് ഒരുപാട് പുഷിപ്പ് ചെയ്യാൻ നോക്കി, പക്ഷേ പ്രൈസ് കൂടുന്തോറും നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം അവിടെ വർക്ക് ആയിക്കൊണ്ടിരിക്കും. മാർക്കറ്റ് ബാലൻസ് റീഗെയിൻ ചെയ്യാൻ നോക്കും. സോ അതിനെ നാച്ചുറലായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ നോക്കും. നമ്മുടെ ഒരേ ഒരു ചോദ്യം എപ്പോൾ തിരിച്ചു വരും എന്നാണ്. സോ ഒബ്വിയസ്ലി ഇവിടെ നിന്ന് പ്രൈസ് മുകളിലോട്ട് പോയി ഒരു സ്പെസിഫിക് പോയിന്റ് എത്തുമ്പോഴത്തേക്കും വീക്ക് ആവുന്ന പ്രൈസ്. അതിനുശേഷം സെല്ലേഴ്സ് എൻ്റർ ചെയ്യുന്നു. ആ സെല്ലേഴ്സ് എൻ്റർ ചെയ്ത സോണിനെ നമുക്ക് വീക്കായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നു. ആ വീക്കിനെ നമുക്ക് സപ്ലൈ സോണിട്ട് എടുക്കാനും പറ്റുന്നു. സോ ബുൾസ് ട്രൈ ടു ക്ലോസ് ദ പ്രൈസ് മച്ച് ഹയർ. അതായത് ബുൾസ് ഒരുപാട് കൊണ്ടുപോകാൻ നോക്കി, പക്ഷേ ബെയേഴ്സ് അവരെക്കാട്ടിലും പവർഫുള്ളായിട്ട് മാർക്കറ്റിനെ റിവേഴ്സ് ചെയ്തു. ആ ഒരു ഏരിയയെ നമുക്ക് വീക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് അത് സപ്ലൈ സോൺ ആകുന്നത്. സോ നൗ BS pushed the bulls and entered the market. This resulted in a downtrend. ഇപ്പോൾ ബെയേഴ്സ് നമ്മളെ ബുൾസിനെ പുഷ് ചെയ്ത് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്ത് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ദെയർഫോർ അവർ സ്ട്രോങ് ആണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ദ പോയിന്റ് വെയർ ബെയേഴ്സ് എൻറ്റർഡ് ദർ പൊസിഷൻ ഈസ് ദ വിക്ക്. കാൽസിക് സൈക്കോളജിയിൽ പറഞ്ഞതാണ്. സോ ബെയേഴ്സ് എൻ്റർ ചെയ്തിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു വിക്കാണ്. ബെയേഴ്സ് സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ടു റിവേഴ്സ് ദ മാർക്കറ്റ് ഫ്രം ദ ബുൾസ്, സോ ദേ വിൽ ലൈക്ലി റീ എൻ്റർ. നോ ഈ പറയുന്ന ബെയേഴ്സ് ഒരുപാട് ഫണ്ട് മുടക്കിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു
ഏരിയയിൽ നിന്ന് മാർക്കറ്റിനെ റിവേഴ്സ് ചെയ്തത്. സോ ഒബ്വിയസ്ലി ഇനി പ്രൈസ് അവിടെ നിന്ന് തിരിച്ചു വരുവാണെങ്കിൽ അവിടെ നിന്ന് റിജക്റ്റ് ആകുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഡിമാൻഡ് സോൺ സൈക്കോളജിയിലേക്ക് പോകും. സപ്ലൈ സോൺ സൈക്കോളജി കഴിഞ്ഞു, ഇനി നമുക്ക് ഡിമാൻഡ് സോൺ സൈക്കോളജി. ഇതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ്. നമ്മൾ നേരത്തെ ഇവിടെ എനിക്ക് മിസ്റ്റേക്ക് പറ്റി, ഇത് ആക്ച്വലി ബുള്ളെന്നാണ്, ബേഴ്സ് എന്നല്ല ബുൾസ് എന്നാണ്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ചെറിയ മിസ്റ്റേക്ക് വരുന്നതാണ്. ഓക്കെ, സോ ബുൾസ് വി വിൽ ഈ ഒരു ഇത് തന്നെ തെറ്റാണ്. സോ ഈ എക്സ്പ്ലനേഷൻ കറക്റ്റാണ്, പക്ഷേ ഈ ഒരു കോഡ് തെറ്റാണ്. ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ബുൾസ് പറയുവാണ് ബേഴ്സിനെ നമ്മൾ കുറേ കൂടി താഴോട്ട് പോകാനായിട്ട് സമ്മതിക്കത്തില്ല. സോ വെരിപ്പേറ്റ് ഇത് ഇത്ര ഞാൻ മാച്ച് കളയാം, ഇത് നിങ്ങൾ വായിക്കേണ്ട. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ കേൾക്കുക. ഓക്കെ, സോ ബേഴ്സ് ഒരുപാട് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുവാണ്. കാരണം ഓബ്വിയസ്ലി ബേഴ്സിൻ്റെ പണി എന്തിനാണ്? സെല്ല് ചെയ്യുക എന്നാണ്. സോ അവരെന്ത് ചെയ്യും? സെല്ല് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, സോ അവർ സെല്ല് ചെയ്യാൻ നോക്കുവാണ്. ആ ഒരു ടൈമിൽ ഒരു സ്പെസിഫിക് ഏരിയ എത്തിയപ്പോഴത്തേക്കും ബയേഴ്സ് പറയുകയാണ് ഇനി ഇതിൻ്റെ താഴേക്ക് പോകാൻ നമ്മൾ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എൻട്രി ഇടുവാണ്. അവർ അവിടെ നിന്ന് എൻട്രി ചെയ്യുവാണ്. ഇതൊരു ബോഡി ടു വിക്ക് റേഷ്യോ ഇൻക്രീസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിന് ഫോം ചെയ്യാനായിട്ട് എന്താണ് അവിടെ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഫോം ചെയ്തു. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ബോഡി ടു വിക്ക് റേഷ്യോ ഹയർ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു വിക്കിനെ നമുക്ക് ഡിമാൻഡ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ബുൾസ് ട്രൈ ടു ക്ലോസ് ദ പ്രൈസ് മച്ച് ലോവർ ബട്ട് ഇവിടെ ബെയേഴ്സ് ട്രൈ ടു ക്ലോസ് ദ പ്രൈസ് മച്ച് ലോവർ ബട്ട് ബുൾസ് പുഷ്ഡ് ഇൻ ആൻഡ് ദ റിസൾട്ട് വാസ് മോർ വിക്ക് ദാൻ എ ബോഡി. സോ ബെയേഴ്സ് ഒരുപാട് താഴേക്ക് കൊണ്ടുവരാൻ നോക്കിയെങ്കിലും ബുൾസ് അവിടെ പുഷിൻ ചെയ്ത് ബൈ ചെയ്ത് അകത്ത് കയറി. അതുപോലെ അവർ അതിൻ്റെ റിസൾട്ടായിട്ട് അവിടെ ഒരു വലിയ വിക്കും ചെറിയ ബോഡിയുള്ളൊരു ക്യാൻഡിൽ ഫോം ആവുകയും ചെയ്തു. So now bulls pushed the bears and entered the market. This resulted in an uptrend. So now bulls bearsനെ ബെയേഴ്സിൻ്റെ ഓർഡേഴ്സ് എല്ലാം കൺസ്യൂം ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ പമ്പ് ചെയ്തു. അതുപോലെ അവിടെ ഒരു അപ്ട്രെൻഡ് ഉണ്ടാവുകയും ചെയ്തു. നെക്സ്റ്റ് ദ പോയിന്റ് വെയർ ബുൾസ് എൻറ്റേർഡ് ദർ പൊസിഷൻ ഇസ് ദ വിക്ക്. അത് കാൻഡൽസ്റ്റിക് സൈക്കോളജിയിൽ പറഞ്ഞു തന്നതാണ്. ഈ ഒരു ബുൾസ് എൻ്റർ ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു വിക്കിലാണ്. കാരണം ഇത്രയും വിക്ക് അവർ ഫില്ല് ചെയ്തിട്ടാണ് അതായത് മാർക്കറ്റ് അകത്തേക്ക് കൺസ്യൂം ചെയ്തിട്ടാണ് മാർക്കറ്റിനെ ഇത്രയും പൊക്കി കൊണ്ടുപോയത്. സോ ആ ഒരു ഏരിയയാണ് നമ്മളുടെ ബയേഴ്സ് എൻട്രി ചെയ്ത ഏരിയ നമുക്ക് പറയാൻ പറ്റുന്നത്. കാൻഡൽസ്റ്റിക് സൈക്കോളജിയിൽ പറഞ്ഞതാണ്. ഓക്കെ, ബുൾസ് സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ടു റിവേഴ്സ് ദ മാർക്കറ്റ് ഫ്രം ദ ബെയർ, സോ ദേ വിൽ ലൈക്ലി റീ എൻറ്റർ. സോ നമ്മുടെ ബുൾസ് ഒരുപാട് ഫണ്ട് മുടക്കിയിട്ടാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിനെ റിവേഴ്സ് ചെയ്തത്. ദെയർഫോർ അവർ ഇവിടെ ഇനി പ്രൈസ് തിരിച്ചു വരുവാണെങ്കിൽ അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. സോ ഇതാണ് നമ്മളുടെ ഡിമാൻഡ് സോണിൻ്റെ സൈക്കോളജി. നമുക്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസിൻ്റെ പ്രാക്ടിക്കലാണ്. ബേസിക്കലി മനസ്സിലാക്കാനുള്ളത് ഡിസ്കൗണ്ട് വേഴ്സസ് പ്രീമിയത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസസിൽ, അത് മെയിൻ ഫിബനാച്ചി 50% മൂവ്മെൻറ്റിൻ്റെ താഴെയുള്ളത്. പ്രീമിയം എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലുള്ളത്. സോ ഫിബനാച്ചി റൂൾ കസ്റ്റമൈസ് ചെയ്യാൻ ഞാൻ അന്നേ പറഞ്ഞു തന്നായിരുന്നു, റേഞ്ച് വരയ്ക്കാനൊക്കെ ആ ഒരു ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ ഹൈ പോയിൻ്റിൽ നിന്ന് ലോ പോയിൻ്റ് വരെയൊക്കെയാണ് ഫിബനാച്ചി ഡ്രോ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ ബോട്ടത്തിലുള്ള ഈ ഒരു 50% താഴെയുള്ളത് ഡിസ്കൗണ്ട് ആയിട്ടും ഇത് പ്രീമിയം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. പ്രീമിയത്തിൽ വരുമ്പോൾ സെല്ലും അതുപോലെ ഡിസ്കൗണ്ടിൽ വരുമ്പോൾ ബൈയും നോക്കണമെന്നാണ് നമ്മളുടെ റൂള്. ഇവിടെ ഇപ്പോൾ പ്രൈസ് ഡിസ്കൗണ്ടിലാണ് നിൽക്കുന്നത്, അതിൻ്റെ പ്രൈസ് ആക്ഷൻ അവിടെ കാണിക്കുന്നത് കൊണ്ട് ഓക്കെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ അവിടെ കിട്ടുന്നുണ്ട്. പ്രീമിയത്തിൽ എന്താണ് നിൽക്കുന്നത്? ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട്, കാണുന്നുണ്ടോ? ഈ ഒരു ഇമ്പൾസീവ് മൂവിന് മുമ്പിലുള്ള ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിന് നമുക്ക് സപ്ലൈ സോൺ എടുക്കാം. ഈ ഒരു വിക്ക് അവോയ്ഡ് ചെയ്യണം, ബാക്കി ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഒരു ഹൈ വരെ ഞാൻ എടുക്കുവാണ്, ദെൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഇതിപ്പോൾ ഒരു സപ്ലൈ സോണാണ്, പ്രീമിയം സോണിലുള്ള ഒരു സപ്ലൈ സോണാണ്. സോ ഇവിടുത്തെ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇവിടെ വർക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കുറേ കൂടി കൂടുതലാണ്. ഓക്കെ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് വരയ്ക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, എപ്പോഴാണ് ഈ ഒരു സോൺ നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കേണ്ടത്, അതുപോലെ എത്ര സമയം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. നമ്മൾ സപ്ലൈ സോൺ വരച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ സപ്ലൈ സോൺ വരച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു ഇപ്പോൾ ഡേ ട്രേഡിംഗ് ആണെങ്കിൽ വിത്തിൻ എ ഡേ അല്ലെങ്കിൽ വിത്തിൻ 2 days അതിനുള്ളിൽ മാർക്കറ്റ് നമ്മൾ വിചാരിച്ച സപ്ലൈ സോണിൽ ഒന്ന് റിജക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ
പിന്നെ അതിങ്ങനെ പോവുകയാണ് പിന്നെ ഇവിടുന്ന് കയറുവാണെങ്കിൽ ഈ സപ്ലൈ സോൺ പിന്നെ ഇൻവാലിഡേറ്റഡ് ആണ്, അല്ലെങ്കിൽ ആ സപ്ലൈ സോൺ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. എഗെയിൻ നമ്മൾ ഒരു സപ്ലൈ സോൺ ഡെയിലി ടൈം ഫ്രെയിമിൽ ഡ്രോ 1 hourലൊക്കെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 hours ഒരു 2 daysനൊക്കെ അകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പ്രൈസ് ആക്ഷൻ കിട്ടണം. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെ താഴോട്ട് പോവുകയാണ്, അവിടെ നിന്ന് മാർക്കറ്റ് വേറെ രീതിയിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ ഈ സപ്ലൈ സോൺ എന്നുള്ള ട്രേഡ്സ് കൺഫർമേഷൻ വെച്ചിട്ട് മാത്രം എടുക്കാൻ നോക്കുക. സോ ഫോർ മീ ഈ സപ്ലൈ സോൺ ഞാനിവിടെ കൺസിഡർ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് സപ്ലൈ സോൺ വരച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് സോൺ തൊട്ട് താഴെ വേണ്ടേ, അപ്പോൾ ഞാൻ ഈ ഒരു സപ്പോർട്ട് സോൺ അങ്ങ് ടാർഗറ്റ് ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മളെ റൂൾ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്കർ ബ്ലോക്സ് ഒക്കെ നിങ്ങൾ പഠിക്കും, ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ ഒരു മെയിൻ ചോദ്യം വരുന്നത് എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കാൻ പഠിച്ചു, വളരെ ഈസിയാണ് വിത്ത് ദിസ് മെത്തേഡ്. ഇനി നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വെച്ച് ട്രേഡ് എടുക്കുന്നത് എങ്ങനെ നോക്കാം. അതിന് നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് ഈ ഒരു ഫിബനാച്ചി ടൂളാണ്. ഓക്കെ, അതൊരു ഫിബനാച്ചി ടൂൾ വേണം. അത് കഴിഞ്ഞിട്ട് ഡ്രോ ചെയ്യാനായിട്ട് ട്രയാങ്കിൾ വേണം, ഷോർട്ട് ആൻഡ് ലോങ് പൊസിഷൻ ടൂൾ വേണം. നമ്മൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് വോളിയം പഠിക്കേണ്ടിയിരിക്കുന്നു, മാർക്കറ്റ് സ്ട്രക്ചർ പഠിക്കേണ്ടിയിരിക്കുന്നു, കാൻഡിൽസ്റ്റിക്സ് പഠിക്കേണ്ടിയിരിക്കുന്നു. സോ ഇതെല്ലാം നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. വോളിയം നിങ്ങൾക്ക് അപ്കമിങ് ആണ്. സോ വോളിയം ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സ്പെസിഫിക് മൂവ്മെൻറ്റിനെ വോളിയം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാൻ പറ്റും. സോ ഫോർ ദിസ് നല്ല റിലേറ്റീവ്ലി നല്ലൊരു വോളിയം ഉണ്ട്, പക്ഷേ വോളിയം സ്റ്റിൽ ഡിക്രീസിങ് ആണ്. അതായത് അത്ര ഒരു വിശ്വസിക്കത്തക്ക വോളിയം ഇതുവരെ വന്നിട്ടില്ല. സ്റ്റിൽ നല്ലൊരു സപ്ലൈ സോണാണ്. ഈ സപ്ലൈ സോണിൽ ട്രേഡ് എടുക്കാൻ 2 രീതിയുണ്ട്. ഒന്ന് ഡയറക്റ്റ് ലിമിറ്റ്, 2 കൺഫർമേഷൻ ലിമിറ്റ്. ഡയറക്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു സപ്ലൈ സോൺ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ നമ്മൾ കണ്ട ഉടനെ നമ്മൾ ആ ഒരു ഡിമാൻഡ് സോണിൻ്റെ സപ്ലൈ സോണിൻ്റെ തുടക്കം തൊട്ട് എൻട്രി വെച്ചിട്ട് സപ്ലൈ സോണിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴെ എവിടെയാണ് ടാർഗറ്റ് വയ്ക്കേണ്ടത് അങ്ങ് വരെ ടാർഗറ്റ് വയ്ക്കുന്നതാണ്. കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു സോണിൽ വന്ന് ഇപ്പോൾ പ്രൈസ് ടച്ച് ആയിട്ട് ആ ഒരു സോണിൽ നിന്ന് LTF അല്ലെങ്കിൽ 1 hourലാണ് ഇപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ 10 minute 5 minute 15 minute തുടങ്ങിയ ടൈം ഫ്രെയിംസിൽ പോയിട്ട് എൻട്രിയെ കൺഫേം ചെയ്ത് എടുക്കുന്ന എൻട്രീസാണ് കൺഫർമേഷൻ ലിമിറ്റ്. സോ ഈ ഒരു സെനാറിയോയിൽ നമുക്ക് ബെറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഈ സപ്ലൈ സോണിനെ. ഞാനിത് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇവിടെ ഇപ്പോൾ ഇത് കറൻ്റ്ലി ബ്രേക്ക് ചെയ്തിട്ടിരിക്കുവാണ്. സോ ഞാനിവിടെ ഒരു എന്താണ് പ്ലെയിൻ ലിമിറ്റ് ഓർഡർ വെച്ചിരുന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ആയി പോയേനെ. ബട്ട് ഞാനിവിടെ മറിച്ചിട്ട് 5 minute 10 minute കൺഫർമേഷൻ എടുക്കുവാണെങ്കിൽ മേ ബി നമുക്കിവിടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ട്രേഡിങ് റിസൾട്ട് കിട്ടുമായിരുന്നേനെ. സോ ഇപ്പം നല്ലൊരു മൂവ്മെൻ്റ് ആണിത്. ഈ ഒരു സോൺ ഞാൻ എടുക്കുവാണ്, കൺസിഡർ ചെയ്യുവാണ്. മേ ബി ഇവിടെ നമുക്ക് ലിമിറ്റ് ഇട്ട് വയ്ക്കാൻ പറ്റും, സ്റ്റോപ്പ് ലോസ് കുറച്ച് മുകളിൽ വെക്കാൻ പറ്റും. ടാർഗറ്റ് നേരത്തെ പറഞ്ഞ ആ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചും കൂടി താഴെ 1:2 1:3 ഒക്കെ നമുക്ക് കിട്ടും. സോ അത് നമുക്ക് പെട്ടെന്ന് നോക്കാം. കണ്ടോ, അവിടെ നിന്ന് ഇനിഷ്യലി റിജക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് തിരിച്ച് എന്താണ് മാർക്കറ്റ് എന്താണ് SL ഹിറ്റ് ചെയ്തങ്ങ് പോയി. സോ ഇതാണ് കൺഫർമേഷൻ ലിമിറ്റ്. ഇതാണ് എൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ മാർക്കറ്റ് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എൻട്രി ചെയ്യാനായിട്ടുള്ള ഒരു റീസണും ഞാൻ കണ്ടില്ല. ബിക്കോസ് നമുക്കിവിടെ ഇനിഷ്യലായിട്ട് ഒരു പറയത്തക്ക ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, സോ ഞാൻ എൻട്രി എടുക്കണമായിരുന്നെങ്കിൽ നല്ല ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൂവ് ഇവിടെ വന്ന് ഇതെല്ലാം ബ്രേക്ക് ചെയ്യണമായിരുന്നു. എങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ എന്ത് ചെയ്തേനെ, നോർമൽ എൻട്രി എടുത്തേനെ. ബട്ട് ഇവിടെ അതൊന്നും കിട്ടിയിട്ടില്ല. വളരെ വീക്കായിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റ് സ്ട്രക്ചർ വീഡിയോയിൽ പറഞ്ഞുതരും, നെക്സ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ വീഡിയോയിൽ. ഓക്കെ, സോ എനിവേസ് അത് നിങ്ങൾക്കിപ്പോൾ ഇല്ല, ഒരു കൺസെപ്റ്റ് മാത്രം നിങ്ങൾ അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കുന്നത് നിങ്ങൾ പഠിച്ചു. ഇനി എൻട്രി പോയിന്റ് വരുന്നത് ഈ 2 ഇതുണ്ട്. LTF കൺഫർമേഷൻ വെച്ചിട്ട് എടുക്കുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ, അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിത്ത് അതർ കൺഫ്ലുവൻസസ് ചാപ്റ്ററോട് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾ ഈ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരച്ചിട്ട് ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള എൻട്രി ലിമിറ്റ് ഓർഡേഴ്സ് ഇട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസിന് കുറച്ചധികം എൻട്രി പോയിന്റ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് പ്ലെയിൻ ആയിട്ട് ഈ ഒരു എൻട്രി എടുക്കുന്നത്, 2 കൺഫർമേഷൻ വെച്ചിട്ട് എൻട്രി എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്കൊരു ഇമ്പൾസീവ് മൂവ്, അതായത് ഇനിഷ്യൽ സപ്ലൈ സോണിൽ നിന്ന് ഇമ്പൾസീവ് മൂവ് വരുമ്പോൾ ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ കഴിഞ്ഞ ബാച്ചിലും നമ്മൾ കഴിഞ്ഞ കോഴ്സിലും പറഞ്ഞതാണ്, ട്രേഡിങ്ങിൽ മൊമെൻറ്റം എന്ന് പറയുന്നതാണ് ഏറ്റവും കീ ഫാക്ടർ എന്ന് പറയുന്നത്. എന്താണ് മൊമെൻറ്റം എന്ന് വെച്ചാൽ ദ സ്പീഡ് ഓഫ് ദ മൂവ്മെൻറ്റ്. സോ ഫ്രം പോയിൻ്റ് A to B ഒരു വസ്തു സഞ്ചരിക്കാനായിട്ട് 12 മണിക്കൂർ എടുക്കുവാണ്. ആൻഡ് ഫ്രം അതർ പോയിൻ്റ് ഓഫ് വ്യൂ A to B
2 മണിക്കൂർ എടുക്കുവാണ്. സോ ഇവിടെ 10 മണിക്കൂർ കുറഞ്ഞാണ് എടുത്തത്. ഇവിടെ ഈ ഒരു വസ്തു A to B, അതായത് ഒരേ ഡിസ്റ്റൻസ് തന്നെ ഇത്രയും പെട്ടെന്ന് കവർ ചെയ്യണമെങ്കിൽ അവിടെ എന്തായിരിക്കണം കൂടേണ്ടത്? സ്പീഡായിരിക്കണം കൂടേണ്ടത്. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ ട്രേഡിങ്ങിൽ. ഈ ഒരു 3-4 ക്യാൻഡിൽസ് കണ്ടാൽ അറിയാം എത്രത്തോളം ഇവിടെ മൊമെൻറ്റം ഉണ്ടെന്ന്. കാരണം നല്ല രീതിക്ക് നല്ല റേറ്റ് ഓഫ് സ്പീഡുള്ള ക്യാൻഡിൽസാണ് ഈ പറയുന്നതല്ല, നല്ല മൊമെൻറ്റം ഉള്ള ക്യാൻഡിൽസാണ്. മറിച്ച് നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, മൊമെൻറ്റം എന്ന് പറയുന്ന സാധനം തന്നെ അടുത്തോട്ട് പോകാത്ത കുറച്ച് ക്യാൻഡിൽസാണ് ഇത്. മനസ്സിലായോ? സോ മൊമെൻറ്റം നമ്മളെപ്പോഴും ഒരു കീ ഫാക്ടറാണ് ട്രേഡിങ്ങിൽ. മൊമെൻറ്റത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഒരു ഇമ്പൾസീവ് മൂവ് അപ്വേർഡ് ഡയറക്ഷനിലോട്ട് പോവുകയാണ്, ഫോളോഡ് ബൈ എ സ്ലോ മൂവ്മെൻറ്റ് താഴോട്ട് പോവുകയാണ് എങ്കിൽ തിരിച്ച് നമ്മൾ അവിടെ നിന്ന് റിജക്റ്റ് ആകുമ്പോൾ ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്നുണ്ടല്ലോ ഒരു സ്ട്രോങ് മൂവ്മെൻ്റ് ആയിരിക്കും മേഖലയിലോട്ട് പോകുന്നത്. വൈസ് വേഴ്സ ഒരു സ്ട്രോങ് ഡൗൺ മൂവ്മെൻ്റാണ് നടക്കുന്നത്, അതുപോലെ ഒരു വീക്ക് അപ്പ് ട്രെൻഡാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ ആ ഒരു സ്ട്രോങ് ഡൗൺ ട്രെൻഡിനെ ഫോളോ ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോകും. ഒരിക്കലും ഈ 2 കാര്യങ്ങൾ മറക്കരുത്. ബിക്കോസ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ട്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറിച്ച് ഇനി എന്ത് സ്ട്രാറ്റജി വരുമ്പോഴും അതെല്ലാം ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ മൊമെൻറ്റ് നിങ്ങളെപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. ഏറ്റവും സ്ട്രോങ് ആയിട്ട് റിജക്റ്റ് ആവുന്ന സ്ട്രോങ് ആയിട്ട് ഒരു സപ്ലൈ സോണിൽ നിന്ന് സ്ട്രോങ് ആയിട്ടൊരു ഡൗൺ ട്രെൻഡും അതുപോലെ വീക്കായിട്ടുള്ള അപ്പ് ട്രെൻഡുമാണ് വന്നേക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സപ്ലൈ സോണിൽ നിന്ന് പ്രൈസ് റിജക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു സെനാറിയോയിൽ അങ്ങോട്ട് പ്രൈസ് പോയത് ഈവൻ ദോ അവിടെ നിന്ന് നല്ല രീതിക്ക് റിജക്റ്റ് ആയെങ്കിലും അങ്ങോട്ട് പ്രൈസ് പോയത് റിലേറ്റീവ്ലി എന്താണ് വളരെ മൊമെൻറ്റത്തോടു കൂടിയാണ്. സോ ഈ ഒരു സപ്ലൈ സോൺ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. മോസ്റ്റ്ലി ചില സിറ്റുവേഷൻസിൽ ഇവിടെ നിന്ന് റിജക്റ്റ് ആവാറുണ്ട്, പക്ഷേ അവിടെയൊക്കെ നമ്മൾ കൺഫർമേഷൻ എടുത്തിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. സ്ട്രോങ് മൂവ്മെൻറ്റ് ഫോളോഡ് ബൈ വീക്ക് മൂവ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ദ സ്ട്രോങ് മൂവ്മെൻറ്റ് ഇറ്റ് സെൽഫ്. ഒരു സപ്ലൈ സോൺ സ്ട്രോങ് ആയിട്ട് റിജക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെ വീക്ക് ആയിട്ടുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സപ്ലൈ സോണിൽ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കമ്പയർഡ് ടു സ്ട്രോങ് ഡൗൺ ട്രെൻഡും അതുപോലെ സ്ട്രോങ് അപ്പ് ട്രെൻഡും. മനസ്സിലായില്ലേ? അവിടെ റിജക്റ്റ് ആവാനുള്ള ചാൻസ് കുറവാണ്, കാരണം ഒരു അപ്പ് ട്രെൻഡ് സ്ട്രോങ് ആണ് ഡൗൺ ട്രെൻഡിനെക്കാട്ടിലും. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ എൻട്രിയുടെ കാര്യം പറയുമ്പോൾ മെയിൻ എൻട്രി പോയിന്റ് ഇതാണ് വരുന്നത്. എപ്പോഴും എൻട്രി വയ്ക്കുന്നത് ഈ ഒരു സപ്ലൈയുടെ ഇവിടെ ആയിരിക്കണം, അതായത് സ്റ്റാർട്ടിങ്ങിലായിരിക്കണം. ഇനി വളരെ വലിയൊരു സപ്ലൈ സോണൊക്കെ ആണെങ്കിൽ ആ സപ്ലൈ സോൺ നമ്മൾ 50% ആയിട്ട് കട്ട് ചെയ്യും. ആ ഒരു സപ്ലൈ സോണിൻ്റെ ടോപ്പ് ടു ബോട്ടം 50% ഫിബൊനാച്ചി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു എൻട്രി അവിടെ വയ്ക്കും, സ്റ്റോപ്പ് ലോസ് അതേ ഏരിയയിൽ തന്നെ വയ്ക്കും. അപ്പം നമുക്ക് റിലേറ്റീവ്ലി 5-6 കിട്ടേണ്ടടുത്ത് 10-6 കിട്ടും. മനസ്സിലായില്ലേ? നൗ പ്ലെയിൻ എൻട്രി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ 50% കട്ട് ചെയ്തിട്ടുള്ള എൻട്രിയും പറഞ്ഞു. ഇതൊക്കെ നമുക്ക് എൻട്രി സ്ട്രാറ്റജി വീഡിയോസിലും എൻട്രി പോയിൻറ്റ്സിലൊക്കെ ഇനി വരത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറൊരു ടൈപ്പ് എൻട്രി ഉള്ളത് കൺഫർമേഷൻ എൻട്രിയാണ്. കൺഫർമേഷൻ എൻട്രി എടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ലോവർ ടൈം ഫ്രെയിം പോയിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ പഠിക്കണം. ഒരു അപ്പ് ട്രെൻഡിൽ ഇപ്പോൾ നിൽക്കുന്ന പ്രൈസ് ഡൗൺ ട്രെൻഡിലോട്ട് വരണമെങ്കിൽ പ്രീവിയസിലോട്ട് ലോവർ ലോ ബ്രേക്ക് ചെയ്യണം. സോ നമുക്ക് നോക്കാം ലോവർ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈവൻ ദോ ലോവർ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വന്ന മാർക്കറ്റ്, അതായത് വളരെ വീക്കായിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആയിരുന്നു ഇത്, ഫോളോഡ് ബൈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്പ് ട്രെൻഡ് ആയിരുന്നു ഇത്. അത് കഴിഞ്ഞിട്ട് ഹയർ ഹൈയും വളരെ സ്ട്രോങ് ആയിരുന്നു. സോ ബേസിക്കലി മാർക്കറ്റിന് ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ സംഭവിച്ചു, കാരണം ഇത് ഈ ഒരു ഏരിയയിൽ ഞാൻ ട്രേഡ് എടുത്തില്ലായിരുന്നു ആ ഒരു ദിവസം, അതായത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ട്രേഡ് എടുത്തില്ലായിരുന്നു. ബിക്കോസ് ഈ ഒരു റീസൺ കൊണ്ടിട്ടാണ് നമുക്ക് LTF കൺഫർമേഷൻ വളരെ വീക്കായിരുന്നു. പിന്നെ ഓബിയസ്ലി അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോകാനാണ് ചാൻസ്. ഇപ്പോൾ കുറച്ച് നല്ല ബെയറിഷ് മൊമെൻറ്റം കിട്ടുന്നുണ്ട്, ഈവൻ ദോ മാർക്കറ്റ് കുറച്ച് ബുള്ളിഷായിട്ട് ബിഹേവ് ചെയ്തെങ്കിലും. ഞാൻ എപ്പോഴും ട്രേഡ് എടുക്കുന്നത് ഇനി ഇവിടെ നിന്ന് എവിടെ ആയിരിക്കും ട്രേഡ് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോ ഇത് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും ഞാൻ ഇനി ട്രേഡ് എടുക്കുന്നത്. ബിക്കോസ് ഇതാണിപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു ഹയർ ലോ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഞാൻ കറൻ്റ്ലി. അത് കഴിഞ്ഞിട്ട് ട്രേഡ്സ് പ്ലേസ് ചെയ്യാനാണ് നോക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. വളരെ ഈസി ആയിട്ട് ഞാൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്തു ടെക്നിക്കൽ സൈഡ്. ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ ആവും ഈ ഒരു വീഡിയോ. സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിത്ത് അതർ കോൺഫിഡൻസിൽ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.